Okay, hello and welcome back to Nice Academy. So, 17th August 2024 ഹിന്ദു ന്യൂസ് പേപ്പർ അനാലിസിസ് നോക്കാൻ പോകുന്നത് ഫ്രണ്ട് പേജിൽ വന്നിട്ടുള്ള ഫസ്റ്റ് ആർട്ടിക്കിൾ ജമ്മു ആൻഡ് കാശ്മീർ പോൾസ് ടു ബി ഹെൽഡ് ഇൻ 3 phases ഫ്രം സെപ്റ്റംബർ 18th ഓൺവേർഡ്സ്. അപ്പം ഇത് UPSC പെർസ്പെക്റ്റീവിനേക്കാൾ കൂടുതൽ നമുക്ക് എന്താണ് ന്യൂസ് എന്ന് മനസ്സിലായാൽ മാത്രം മതി. ജസ്റ്റ് ജമ്മു ആൻഡ് കാശ്മീരിൽ ആർട്ടിക്കിൾ 370 റിവോക്കിന് ശേഷം ആദ്യമായിട്ട് നടക്കുന്ന ഇലക്ഷനെ പറ്റിയാണ് ഈ ഒരു ആർട്ടിക്കിൾസിൽ പറയുന്നത്. ഓക്കെ, റിവോക്കേഷൻ ഓഫ് ആർട്ടിക്കിൾ 370 ശേഷമുള്ള ഫസ്റ്റ് ഇലക്ഷനാണ് ജമ്മു ആൻഡ് കാശ്മീരിൽ നടക്കാൻ പോകുന്നത്. സെയിം ടൈം മഹാരാഷ്ട്രയിലും ഹരിയാനയിലും പോൾ നടക്കും. ജമ്മു ആൻഡ് കാശ്മീരിൽ 3 phases ആയിട്ടായിരിക്കും പോൾ നടക്കുന്നത്. സെപ്റ്റംബർ 18 സ്റ്റാർട്ട് ചെയ്ത് ഒക്ടോബർ 1 വരെ ആയിരിക്കും അവിടെയുള്ള ഇലക്ഷൻ നടക്കുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം റീസെന്റ് ആയിട്ട് ലെഫ്റ്റനന്റ് ഗവർണേഴ്സിന്റെ എക്സ്ട്രാ പവേഴ്സും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ബ്യൂറോക്രാറ്റിക് പവേഴ്സിൽ നിന്ന് ഒരു ഡെമോക്രാറ്റിക് ഗവൺമെന്റിലേക്കുള്ള മൂവ്മെന്റ് ആണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ആർട്ടിക്കിൾ പറഞ്ഞിട്ടുള്ളത് IMA അനൗൺസസ് 24 hours വിഡ്രോവൽ ഓഫ് ഹെൽത്ത് സർവീസസ്. ഇപ്പൊ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ നമ്മുടെ കൊൽക്കത്ത നടന്നിരിക്കുന്ന ഒരു ബ്രൂട്ടൽ റേപ്പ് ഇൻസിഡന്റുമായി ബന്ധപ്പെട്ടിട്ട് IMA 24 hours ഹെൽത്ത് സർവീസസ് വിഡ്രോവൽ അനൗൺസ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഇതിൽ എമർജൻസി ഔട്ട് പേഷ്യൻസിനെ ഒഴികെ ബാക്കി ഇൻ പേഷ്യൻസിനും കാര്യങ്ങളും അതുപോലെ തന്നെ എമർജൻസി കാര്യങ്ങളൊക്കെ ഒരു മാറ്റങ്ങളും ഉണ്ടായിരിക്കില്ല. അതിന് പുറമായിട്ട് ഈ ഔട്ട് പേഷ്യൻസിനെ നോക്കുന്നത് മാത്രമാണ് ഇതിൽ നിന്ന് വിഡ്രോ ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതും ജസ്റ്റ് ഒരു ന്യൂസ് ആയിട്ട് മാത്രം കണ്ടാൽ മതി. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ എങ്ങനെയാണ് റീസെന്റ് ആയിട്ട് നടന്നിട്ടുള്ള ആ ഒരു ട്രാജഡിക്കെതിരെ റിറ്റാലിയേറ്റ് ചെയ്തിട്ടുള്ളതാണ് നമുക്കൊരു ആർട്ടിക്കിൾ നോക്കാനുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ആർട്ടിക്കിൾ ISRO സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ, സയൻസ് ആൻഡ് ഒക്കെ ബന്ധപ്പെട്ടിരിക്കുന്ന ആർട്ടിക്കിളാണ്. ഇത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഫുൾ റിപ്പോർട്ട് നമുക്ക് മെയിൻ പേജിലേക്ക് നോക്കാം. ഓക്കെ, ദെൻ മൂവിങ് ഓൺ ടു സ്റ്റേറ്റ്സ് പേജ്. സ്റ്റേറ്റ് പേജിൽ നമുക്ക് ഇന്ന് ജസ്റ്റ് നോക്കാനുള്ളത് ആരവല്ലി റേഞ്ചസുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആർട്ടിക്കിളാണ്. ഓക്കെ, എസ്പെഷ്യലി നമുക്ക് ആവശ്യമായിട്ട് നമുക്ക് ഇത് UPSCക്ക് ആവശ്യമാണ്. ബട്ട് നാഷണൽ ലെവലിൽ നമുക്കിത് ന്യൂസ് വരില്ല. എന്നാൽ നമുക്ക് അങ്ങനെ ഹിന്ദു ന്യൂസ് പേപ്പറിന് മാത്രം ഡിപ്പെൻഡ് ചെയ്ത് പോകാൻ സാധിക്കില്ല. അപ്പോൾ ഈ ആർട്ടിക്കിൾ പറഞ്ഞിട്ടുള്ളത് ഇല്ലീഗൽ മൈനിങ്, എൻക്രോച്ച്മെന്റ്, ഡിഫോറസ്റ്റേഷൻ, എ ത്രെറ്റ് ആരവല്ലി ആസ് എ നാച്ചുറൽ ഗ്രീൻ വോൾ. ഓക്കെ, GS പേപ്പർ 3 ആയിട്ടൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്ന ആർട്ടിക്കിളാണ്. അപ്പൊ എങ്ങനെയാണ് ആരവല്ലിക്ക് ഡീഗ്രഡേഷൻ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? പലതരത്തിലുള്ള മൈനിങ് ആക്ടിവിറ്റീസ്, എൻക്രോച്ച്മെന്റ്സ്, ഡിഫോറസ്റ്റേഷൻ ഒക്കെ ആരവല്ലി പർവ്വതനിരകൾക്ക് നല്ല രീതിയിലുള്ള ഡീഗ്രഡേഷൻ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ന്യൂസ് നിങ്ങൾക്ക് വായിച്ചു നോക്കാം. എന്താണ് ആരവല്ലി റേഞ്ചസ്, ആരവല്ലി റേഞ്ചസ് എങ്ങനെയാണ് ഗുജറാത്തിന് അതുപോലെ തന്നെ രാജസ്ഥാൻ എങ്ങനെ ഈ ഒരു മരുഭൂമിയായി മാറി തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ. അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള ഒരു മൗണ്ടൈൻ സിസ്റ്റമാണ്. ഏത് ടൈപ്പ് മൗണ്ടൈൻ സിസ്റ്റമാണ് ആരവല്ലി റേഞ്ചസ് തുടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ നോക്കാം. ഓക്കെ, ഡീറ്റെയിൽ ആയിട്ട് ഇൻ റീജിയൻ സ്പെസിഫിക് ആയിട്ട് എവിടെയാണ് ഈ പറഞ്ഞിട്ടുള്ള മൈനിങ് നടക്കുന്നത് അങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് ആവശ്യമില്ല. ആരവല്ലി റേഞ്ചസുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഇൻഫർമേഷൻസ് മാത്രം പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂ മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള എൻക്രോച്ച്മെന്റ് എങ്ങനെയാണ് നമ്മുടെ നാച്ചറിനെ ഹാമ്പർ ചെയ്യുന്നുള്ള കാര്യങ്ങൾ ഇൻ മെയിൻ പെർസ്പെക്റ്റീവിൽ മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഓക്കെ, നെക്സ്റ്റ് സെയിം ആർട്ടിക്കിൾ മഹാരാഷ്ട്ര പോൾസ് ടു ബി ഹെൽഡ് ലേറ്റർ ഡ്യൂ ടു ജമ്മു ആൻഡ് കാശ്മീർ സെക്യൂരിറ്റി നീഡ്സ്. സെയിം കണ്ടീഷൻ തന്നെയാണ്. ജമ്മു ആൻഡ് കാശ്മീരിലെ പോൾ നടക്കുന്ന സെയിം ടൈമിൽ തന്നെ നമ്മുടെ മഹാരാഷ്ട്രയിലും അതുപോലെ തന്നെ പഞ്ചാബിലും ഹരിയാനയിലും ഇലക്ഷൻ അനൗൺസ് ചെയ്ത കാര്യങ്ങളെ ബന്ധപ്പെട്ടിരിക്കുന്ന ആർട്ടിക്കിളാണ്. ഇപ്പൊ ജസ്റ്റ് ഇത്തരം സ്റ്റേറ്റുകൾ ഇലക്ഷൻ നടക്കുന്നു എന്നുള്ള കാര്യങ്ങൾ ഓർത്തിരിക്കും. അതേപോലെ തന്നെ നമ്മുടെ വയനാട് ബൈ ഇലക്ഷൻ, വയനാട് ഇത്തരത്തിലുള്ള നാച്ചുറൽ ഡിസാസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നിരുന്നാൽ പോലും ബൈ പോൾസ് വയനാട്ടിലും കണ്ടക്ട് ചെയ്യാൻ തുടങ്ങുകയാണ്. സോ അതുകൊണ്ട് ചെറിയൊരു ഡിലേ ഉണ്ടായെന്നാണ് ഇവിടെ ചീഫ് ഇലക്ഷൻ കമ്മീഷന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ആർട്ടിക്കിൾ മനോജ് സിൻഹ ഗിവ്സ് നോട്ട് ഫോർ ട്രാൻസ്ഫർ ഓഫ് ഇവാക്വീസ് ലാൻഡ്. ദാറ്റ് മീൻസ് ലെഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ ജമ്മു ആൻഡ് കാശ്മീർ ലെഫ്റ്റനന്റ് ഗവർണറാണ്. അദ്ദേഹം ഡിസ്പ്ലേസർ ആയിട്ടുള്ള, അതായത് 1947, 1965, 1971 പലായനം ചെയ്യപ്പെട്ടിരിക്കുന്ന പല ഇന്ത്യൻ ഒറിജിനേറ്റഡ് ആയിട്ടുള്ള പല ആളുകളും പാകിസ്ഥാനിൽ പോയിട്ടുണ്ടായിരുന്നു. സോ അത്തരം ഇവാക്വേറ്റീവ്സിന് അവരുടെ ലാൻഡ് തിരിച്ചു കൊടുക്കുക. ഈ ഒരു ഇന്ത്യയിൽ നിന്ന് പോയ ആളുകൾക്ക് തിരിച്ച് ജമ്മു ആൻഡ് കാശ്മീർ ലാൻഡ് വിട്ടുകൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു ചെറിയൊരു ആർട്ടിക്കിളാണ്. അടുത്ത ലെഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ പറഞ്ഞിട്ടുള്ളതാണ് ട്രാൻസ്ഫർ ഓഫ് ഇവാക്വീസ് ലാൻഡ്സ്. ഓക്കെ,
ദാറ്റ് മീൻസ് അവിടെ നിന്ന് ട്രാൻസ്ഫർ ആയി പോയിരിക്കുന്ന ആളുകൾക്ക് ആ ലാൻഡ് തിരിച്ചു നൽകുന്നതാണ് ഈ ഒരു ആർട്ടിക്കിൾസിൽ ജസ്റ്റ് പറയുന്നത്. ഓക്കെ, മൂവിങ് ഓൺ ടു നെക്സ്റ്റ് ആർട്ടിക്കിൾ. നെക്സ്റ്റ് ആർട്ടിക്കിൾ വന്നിട്ടുള്ളത് കൽക്കത്ത ഹൈക്കോർട്ട് റേപ്സ് പോലീസ് ഓവർ ആർച്ചി കാർ ഹോസ്പിറ്റൽ വാൻഡലിസം. ഇതിലും നമ്മൾ സെയിം ഇഷ്യൂ ആണ്. അപ്പം നാഷണൽ ലെവലിൽ നടക്കുന്ന ഒരു ഇഷ്യൂ നിങ്ങൾ ഈ ഒരു ന്യൂസ് എങ്ങനെ നോക്കിക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇൻ ന്യൂസ് പെർസ്പെക്റ്റീവിലും വേണ്ട വുമൺ പ്രൊട്ടക്ഷൻ എന്ന ലെവലിലാണ് നമുക്ക് ഈ ഒരു ആർട്ടിക്കിൾസ് നോക്കാനുള്ളത്. ബിക്കോസ് CS പേപ്പർ 1 എപ്പോഴും വുമൺ എംപവർമെന്റ് വുമൺ പ്രൊട്ടക്ഷനെ ബന്ധപ്പെട്ടിരിക്കുന്ന എപ്പോഴും ഒരു ക്വസ്റ്റ്യൻസ് 1-2 ക്വസ്റ്റ്യൻസ് വരാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇൻ ഡിഫറെന്റ് റീജിയണിൽ വുമൻസിന്റെ പ്രൊട്ടക്ഷൻ, ഇപ്പം ഹെൽത്ത് സെക്ടറിലേക്കുള്ള വുമൻസിന്റെ പ്രൊട്ടക്ഷൻ എങ്ങനെ വരുന്നു, ദ സെയിം പെർസ്പെക്റ്റീവ് നിങ്ങൾ ഹെൽത്ത് സെക്ടർ നോക്കുക. അതുപോലെ തന്നെ പ്രൈവറ്റ് സെക്ടേഴ്സിൽ വരുന്ന പ്രൊട്ടക്ഷൻസ് എങ്ങനെയാണ് നോക്കുന്നത്, അതുപോലെ തന്നെ ഇൻ ഡിഫൻസ് സെക്ടേഴ്സിൽ ഇവർക്കുള്ള പ്രൊട്ടക്ഷൻ എങ്ങനെയാണ് തുടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ, അങ്ങനെ ഡിഫറെന്റ് സ്പിയറിലുള്ള പ്രൊട്ടക്ഷൻ, വുമൻസിന്റെ പ്രൊട്ടക്ഷൻ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ ജസ്റ്റ് നോക്കുക. സോ അതിനുവേണ്ടി മാത്രം ഈ ഒരു ആർട്ടിക്കിൾ എടുക്കുക. ഇവിടെ കൽക്കത്ത ഹൈക്കോർട്ട് ഈ ഒരു കേസ് CBIക്ക് കൈമാറാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അത് ന്യൂസ് ആയിട്ട് മാത്രം കാണുക. ഓക്കെ, so moving on to next article. ISRO's SSLV D3 successfully launches Earth Observation Satellite EOS-08 അല്ലെങ്കിൽ Earth Observation Satellite, ഇതാണ് EOS. ISRO ഈ EOS സീരീസ് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യങ്ങളൊന്ന് നോട്ട് ഡൗൺ ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ് എപ്പോഴാണ് ISRO ലോഞ്ച് തുടങ്ങിയിട്ടുള്ളത്? അപ്പൊ റീസെന്റ് ആയിട്ട് സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് SSLV D3 ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരു സ്മോൾ സാറ്റലൈറ്റ് ആണ്. ഓക്കെ, സോ ഇതിൽ നമുക്ക് നോക്കാനുള്ള കാര്യം ഇത് എന്തിനാണ്. അപ്പം നമുക്ക് ഇൻ സയൻസ് ആൻഡ് ടെക്കിൽ ഇൻഡെപ്ത് ആയിട്ടുള്ള നോളജ് ആവശ്യമായിട്ടില്ല. ഇവിടെ റോക്കറ്റ് ലോഞ്ചിങ് നടന്നു. ഈ ഒരു പെർസ്പെക്റ്റീവിൽ എങ്ങനെയാണ് സയൻസ് ആൻഡ് ടെക്ക് പഠിക്കുന്നത് കൂടി കാര്യങ്ങൾ പറഞ്ഞുതരാം. അപ്പോൾ ഈ റോക്കറ്റ് ലോഞ്ചിൽ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന മെയിൻ ടെക്നോളജീസ് എന്തൊക്കെയാണ്, ഇതാരാണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്, മെയിൻ ടെക്നോളജീസ് എന്തൊക്കെയാണ്, ഇത് എന്തിനാണ്, ഓക്കെ, ഇന്ത്യയിലോ മറ്റ് കൺട്രീസോ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു സാറ്റലൈറ്റ് ഉപയോഗിക്കുന്നത്, അതുപോലെ തന്നെ ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് ആണ്, ഏത് ടൈപ്പ് സാറ്റലൈറ്റ് ആണ്. അപ്പം ഇങ്ങനത്തെ ന്യൂസുകൾ വരുന്ന സമയത്ത് നമുക്ക് സയൻസ് ആൻഡ് ടെക്കിൽ ഈ പറഞ്ഞിട്ടുള്ള ഡിഫൻസ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഈ തരത്തിലുള്ള സ്പേസ് സെക്ടർ ആയിക്കോട്ടെ, നമുക്ക് ആകെ നോക്കേണ്ടത് ഈ ഒരു 4 സ്ഫിയറിൽ മാത്രം നോക്കിയാൽ മതി. ഇതിനകത്ത് ഇൻഡെപ്ത് ആയിട്ട് നിങ്ങൾ ഒന്നും നോക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇവിടെ നമുക്ക് EOS-08 സാറ്റലൈറ്റ് ആരാണ് ലോഞ്ച് ചെയ്തത്, ഇത് ആരാണ് മാനുഫാക്ചർ ചെയ്തത്, ഇന്ത്യയുടെ ഓൺ മാനുഫാക്ചറിങ് ആണോ, ചിലപ്പോൾ ചോദിക്കും ഇൻഡിജിനസ് ആണോ എന്നുള്ള കാര്യങ്ങൾ ചോദിക്കും. ഓക്കെ, സോ ഇതിനകത്തുള്ള ടെക്നോളജിക്കൽ അപ്ഗ്രഡേഷൻസ് കുറച്ച് പറയുന്നുണ്ട്. ഇന്റഗ്രേറ്റഡ് ഏവിയോണിക് സിസ്റ്റം, കമ്മ്യൂണിക്കേഷൻ ബേസ് ബാൻഡ്, സ്റ്റോറേജ് ആൻഡ് പൊസിഷനിങ് പാക്കേജ്, അങ്ങനെ ഒരുപാട് സിസ്റ്റത്തിന് പറയുന്നുണ്ട്. നമുക്ക് അത്ര സിസ്റ്റത്തിനൊന്നും ആവശ്യമില്ല. മെയിൻ ആയിട്ട് പറയുന്ന ഇന്റഗ്രേറ്റഡ് ഏവിയോണിക് സിസ്റ്റംസ്. അപ്പോൾ ഇത് മാത്രം നോക്കിയാൽ മതി. ഇന്റഗ്രേറ്റഡ് ഏവിയോണിക് സിസ്റ്റംസ് ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുള്ളത് ഒരു സാറ്റലൈറ്റ് ആണ് എന്നുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ EOS-08 എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ് 08 കാറ്റഗറിയിൽ വരുന്നതാണ്. അപ്പോൾ നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇത് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, ജിയോ സ്റ്റേഷനറി ആണെന്നുള്ള കാര്യം കൂടെ നോക്കുക. ഇത് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു? Application like ocean surface fins, soil moisture, cryosphere applications over the Himalayan regions, flood detection. അപ്പോൾ തുടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു സാറ്റലൈറ്റുകൾ ഉപയോഗിക്കുന്നത്. ബേസിക്കലി അപ്പോൾ ജിയോ സ്റ്റേഷനറി ആയി. അപ്പൊ എന്താണ് ജിയോ സ്റ്റേഷനറി, അതുപോലെ തന്നെ എന്താണ് ജിയോ സിങ്കർണസ് സാറ്റലൈറ്റ് എന്നുള്ള കാര്യങ്ങൾ ഈ പോയിന്റ് ഓഫ് വ്യൂല് ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റും ജിയോ സിങ്കർണസ് സാറ്റലൈറ്റ് എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് വ്യക്തമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇത് ഏത് കാറ്റഗറിയിൽ വരുന്നു എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. UPSC ചോദിക്കുന്നത് പലപ്പോഴും പ്രിലിംസിന് വേണ്ടി മാത്രമാണ്. പ്രിലിംസിൽ ചോദിക്കുന്നത് ഈ ഒരു പെർസ്പെക്റ്റീവിൽ മാത്രമായിരിക്കും. ഓക്കെ, ഇൻ പെർസ്പെക്റ്റീവ് മെയിൻസിൽ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇത് മെൻഷൻ ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ റീസെന്റ് ആയിട്ട് EOS-08 സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇന്ന കാര്യങ്ങൾക്ക് ഉപയോഗിക്കാമെന്നുള്ള കാര്യം. ഓക്കെ, നെക്സ്റ്റ് ആർട്ടിക്കിൾ നോക്കുന്നത് ജൂറിസ്ഡിക്ഷൻ ഓഫ് കോർട്സ് ഡിഫൈൻഡ് ബൈ കോൺസ്റ്റിറ്റ്യൂഷൻ, ധൻകാർ. ഓക്കെ, സോ രാഹുൽ ഗാന്ധിയുടെ റീസെന്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് നമുക്കറിയാം. ഹിൻഡൻബർഗ് റിപ്പോർട്ടിന്റെ ഭാഗമായിട്ട് സെബി ചെയർപേഴ്സൺ മദൻബി പൂരി റീസെന്റ് ആയിട്ട് ഒരു അലിജിഡ് ആയിട്ടുള്ള സ്കാം നടത്തിയിട്ടുണ്ടായിരുന്നു. അദാനി ഗ്രൂപ്പിന്റെ ഓഫ് ഷോർ ഷെയർ വാങ്ങിയിട്ടുള്ള സ്കാം നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു കണ്ടീഷൻസിൽ രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സുവോമോട്ടോ പെർസ്പെക്റ്റീവിൽ സുപ്രീം കോടതിന് കേസ് എടുക്കാമെന്നുള്ള കാര്യമാണ്. പിന്നെ ധൻഖാർ പറഞ്ഞിട്ടുള്ള കാര്യം ജൂറിസ്ഡിക്ഷൻ ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ. സുവോമോട്ടോ കേസിൽ സുപ്രീം കോടതിന് കേസ് എടുക്കേണ്ടതാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു വശത്ത് നമുക്ക് നോക്കുന്ന സമയത്ത് ഇവിടെ പറഞ്ഞിട്ടുള്ള ഈ ഒരു ആർട്ടിക്കിൾ നമുക്ക് നോക്കാനുള്ളത് ജൂറിസ്ഡിക്ഷൻ എങ്ങനെയാണെന്നുള്ള കാര്യം. ഓക്കെ, ദാറ്റ് മീൻസ് ലോവർ കോർട്സിന്റെ ജൂറിസ്ഡിക്ഷൻ എങ്ങനെയാണ്. വ്യക്തമായിട്ട് ജൂറിസ്ഡിക്ഷൻ ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഈസ് ഡിഫൈൻഡ് ബൈ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ബി ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ് ഓർ ജുഡീഷ്യറി. ഓക്കെ,
അപ്പൊ ജൂറിസ്ഡിക്ഷൻ ഓഫ് ദ കോർട്സ് ഈസ് ഡിസൈഡഡ്. അപ്പം എങ്ങനെയാണ് ജൂറിസ്ഡിക്ഷൻ ഡിസൈഡ് ചെയ്യേണ്ട കാര്യം? അപ്പം നമുക്കറിയാം, ആ ഒരു സെബി കേസ് വന്ന സമയത്ത് സുപ്രീം കോർട്ടാണ് സുവോ മോട്ടോ കേസ് എടുക്കാൻ പറ്റുള്ളത്. മറ്റ് കോർട്ടുകൾക്ക് ഇത് എടുക്കാൻ സാധിക്കുമോ എന്നുള്ള കാര്യം നോക്കാൻ വേണ്ടിയിട്ടാണ് ജൂറിസ്ഡിക്ഷൻ നിർണ്ണയിക്കുക എന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെയാണ് ജൂറിസ്ഡിക്ഷൻ വ്യക്തമായിട്ട് നിർണ്ണയിക്കേണ്ടത്, എങ്ങനെയാണത് നിർണ്ണയിക്കപ്പെടേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് ഈ ഒരു ആർട്ടിക്കിൾ ജസ്റ്റ് നോക്കുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഒരു ആർട്ടിക്കിൾ നമുക്ക് ചെറിയൊരു പോയിന്റ് ആണ്. വുമൺ ഇൻ ഗ്രീഫ് അക്രോസ് ദ കൺട്രി സേസ് പ്രിയങ്ക ഗാന്ധിയുടെ ഒരു സ്പീച്ചിൽ പറയുന്ന കാര്യം. സ്റ്റാറ്റിക്സ് പറയുന്നത് ഏകദേശം 86 റേപ്സ് ടേക്കിംഗ് പ്ലേസ് എവറി ഡേ. അപ്പം ഇത് ജസ്റ്റ് നോട്ട് ഡൗൺ ചെയ്യാം, നമുക്ക് മെയിൻസിലൊക്കെ ഒന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു റിപ്പോർട്ട് മാത്രം എടുക്കാം. അറൌണ്ട് 86 റേപ്സ് പെർ ഡേ നടക്കുന്നു എന്നുള്ള കാര്യമാണ്. ഓക്കെ, അത് മാത്രമേ നമുക്ക് ആ ആർട്ടിക്കിൾസിൽ ആവശ്യമായിട്ടുള്ളൂ. Then moving on to next article, NDA members get into a huddle after PM's secular civil code pitch. നമുക്കറിയാം, നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ്, ഓക്കെ, നിലവിലുള്ള ഗവൺമെന്റ് ആണ്. അപ്പം ഈ യൂണിഫോം സിവിൽ കോഡ് നമുക്കിപ്പോൾ രണ്ട്, ഇപ്പൊ വഖഫ് ബിൽ വന്നിട്ടുണ്ടായിരുന്നു, എല്ലാവർക്കും അറിയാവുന്നതാണ് വഖഫ് ബിൽ, അതുപോലെ തന്നെ യൂണിഫോം സെക്യുലർ സിവിൽ കോഡ്. ഈ വീണ്ടും ഈ സെക്യുലർ സിവിൽ കോഡ് വെന്തോ നമ്മുടെ ആർട്ടിക്കിൾ 44 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിൾ 44 യൂണിഫോം സിവിൽ കോഡിനെ പറ്റി പറയുന്നുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കേഴ്സ് തന്നെ യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരുന്നുണ്ടായിരുന്നു. അവയുടെ വീണ്ടും പ്രധാനമന്ത്രിയുടെ റീസെന്റ് ആയിട്ടുള്ള സ്പീച്ചിൽ യൂണിഫോം സിവിൽ കോഡ് അല്ലെങ്കിൽ സെക്യുലർ സിവിൽ കോഡ് വീണ്ടും ന്യൂസിലേക്ക് വരികയാണ്. അപ്പൊ സെക്യുലർ സിവിൽ കോഡ് തീർച്ചയായിട്ടും ഞങ്ങൾ പ്രാവർത്തികമാക്കും എന്നാണ് പ്രധാനമന്ത്രിയുടെ സ്പീച്ചിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ NDA മെമ്പേഴ്സിന്റെ ഇടയിൽ ചെറിയൊരു സംസാരങ്ങൾ, കാരണം എങ്ങനെയാണ് സെക്യുലർ സിവിൽ കോഡ് അംഗീകരിക്കപ്പെടുന്ന സമയത്ത് ഏതൊക്കെ അലയൻസുകളാണ് വിട്ടുപോകുന്നത്, അതുപോലെ തന്നെ ഏതൊക്കെ അലയൻസിനാണ് ഇത് സമ്മതം. ബട്ട് ഇൻ ദ കേസ് വഖഫ് ബിൽ അവതരിപ്പിച്ച സമയത്തും അത് മൈനോറിറ്റി ആളുകൾക്കിടയിലുള്ള ഒരു കടന്നുകയറ്റമായിരുന്നു. ബട്ട് ആ ഒരു കാര്യത്തിനെക്കാട്ടും കുറച്ചുകൂടി സിവിയർ ആണ് സെക്യുലർ സിവിൽ കോഡ് വന്ന സമയത്ത്. NDA ഒരു അലൈഡ് പാർട്ടിയാണ്. അപ്പോൾ ആ അലയൻസിൽ നിന്ന് ഏതൊക്കെ പാർട്ടീസിനാണ് ഇഷ്യൂസ് സംഭവിക്കുന്നത്? കാരണം സെക്യുലർ സിവിൽ കോഡ് വന്നാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നടക്കുന്നവർക്കായിരിക്കും ഈ SC/ST കാറ്റഗറിയിലുള്ള ആളുകൾക്ക് റിസർവേഷൻ വളരെ കുറഞ്ഞു പോകും അല്ലെ, ഒരു എക്കണോമിക്കൽ ബേസിലായിരിക്കും റിസർവേഷൻ പോകുന്നത്. സോ ആ ഒരു കണ്ടീഷൻസിൽ ഈ ഷെഡ്യൂൾഡ് കാസ്റ്റ് അല്ലെങ്കിൽ ഷെഡ്യൂൾഡ് ട്രൈബ്സിന്റെ അണ്ടറിൽ അല്ലെങ്കിൽ ഇത്തരം ലോവർ കമ്മ്യൂണിറ്റിന്റെ ബേസിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന പല ഗവൺമെന്റുകളുണ്ട്. അപ്പൊ ഈ ഗവൺമെന്റുകൾക്ക് ഇഷ്യൂ സംഭവിക്കുന്നു. സോ ഈ ഗവൺമെന്റ് അലയൻസ് ആണ് NDA വരുന്നത്. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പം അതാണ് ഈ ഒരു ആർട്ടിക്കിൾസ് ജസ്റ്റ് നോക്കാനുള്ളത്. ഇൻ മെയിൻസ് പെർസ്പെക്റ്റീവ് നോക്കിയാൽ മാത്രം മതി സെക്യുലർ സിവിൽ കോഡ് എങ്ങനെയാണ് ഇന്ത്യൻ ഡെമോക്രസിയെ ബാധിക്കുന്നത്. The next article, SC has campaigned for UCC but refused to enforce it. സെയിം കണ്ടീഷൻ. സുപ്രീം കോടതി ഇതിനെ അംഗീകരിച്ചോ ഇല്ലയോ എന്നുള്ള ചോദ്യത്തിന് ഒരു ഉത്തരമാണ് ഇവിടെ പറയുന്നത്. സുപ്രീം കോർട്ട് യൂണിഫോം സിവിൽ കോഡ് ആവശ്യമായിട്ടുണ്ടെന്ന് പറയാറുണ്ട്. ഡിസൈറബിൾ ബട്ട് റിഫ്യൂസ് ടു എൻഫോഴ്സ് ഇറ്റ്. അത് ഡിസൈറബിൾ ആയിട്ടുള്ള ബട്ട് സുപ്രീം കോർട്ട് അത് എൻഫോഴ്സ് ചെയ്യുന്നില്ല. ബിക്കോസ് എന്തുകൊണ്ട് എൻഫോഴ്സ് ചെയ്യാത്ത പലതരത്തിലുള്ള ഹഡിൽസുകളും പറയുന്നുണ്ട്. അതെന്താണെന്ന് ഈ ആർട്ടിക്കിൾസ് നിങ്ങൾക്ക് ചെറിയ രീതിയിൽ മാത്രം അറിയുന്നുണ്ട്, ബാക്കി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ഓക്കെ, സോ എന്തുകൊണ്ടാണ് സുപ്രീം കോർട്ട് ഇത് എൻഫോഴ്സ് ചെയ്യാത്തത്? നമുക്കിവിടെ ആകെ നോക്കുകയാണ്, സുപ്രീം കോടതി അംഗീകരിച്ചൊരു കാര്യമാണ്, സുപ്രീം കോടതിന് ആവശ്യമായിട്ടുള്ള കാര്യമാണ്, ഇത് ഡിസൈറബിൾ ആയിട്ടുള്ള കാര്യമാണ് ഈ പറഞ്ഞിട്ടുള്ള യൂണിഫോം സിവിൽ കോഡ് എന്നുള്ള കാര്യം. ഓക്കെ, നെക്സ്റ്റ് ആർട്ടിക്കിൾ, മോദി സ്പീക്സ് ടു യുനെസ് കോൾ ഫോർ സേഫ്റ്റി ടു ഹിന്ദുസ് ഇൻ ബംഗ്ലാദേശ്. ബംഗ്ലാദേശിലെ ഇഷ്യൂസുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് ലെവൽ ബംഗ്ലാദേശ് ഇഷ്യൂസൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. ഷെയ്ഖ് ഹസീനയുടെ പോസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ അതും നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അതിനുശേഷം പിന്നീട് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി മുഹമ്മദ് യൂനസ് ചീഫ് അഡ്വൈസർ ഓഫ് ദ ന്യൂ ഇന്ററിം ഗവൺമെന്റ്. അപ്പോൾ ബംഗ്ലാദേശിലെ പുതിയ ഗവൺമെന്റിന്റെ ചീഫ് അഡ്വൈസർ ആയിട്ടുള്ള മുഹമ്മദ് യൂനസുമായി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. സംസാരത്തിൽ മെയിനായിട്ട് വന്നിട്ടുള്ള കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള മൈനോറിറ്റീസ് ആൻഡ് ഹിന്ദുസ് അവരുടെ സേഫ്റ്റി എൻഷുർ ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ബട്ട് ഇൻ ഫീഡ്ബാക്ക് ആയിട്ട് പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ സേഫ്റ്റി ഞങ്ങൾ എൻഷുർ ചെയ്യും, ഇതുവരെയുള്ള ഗവൺമെന്റിനെക്കാട്ടും വളരെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഗവൺമെന്റ് ആയിരിക്കും മുന്നോട്ട് വരുന്നത് എന്നാണ് മുഹമ്മദ് യൂനസ് റിപ്ലൈ നൽകിയിട്ടുണ്ടായിരുന്നത്. ഇൻ ദ സെയിം ടൈം നെക്സ്റ്റ് ഒരു സബ്മിറ്റും കൂടി പറയുന്നുണ്ട്. ദാറ്റ് മീൻസ് മോദി that his government is committed to safeguarding every citizens of the country. ഇതിൽ സബ്മിറ്റിനെ പറ്റി ജസ്റ്റ് എന്ന് പറയുന്നുണ്ട്. നമുക്ക് നെക്സ്റ്റ് ഡെമോക്രാറ്റിക് സ്റ്റേബിൾ ആയിട്ട് അല്ലെങ്കിൽ പ്രോഗ്രസീവ് ആയിട്ട് ബംഗ്ലാദേശ് ആയിരിക്കും മുന്നോട്ട് കൊണ്ടുവന്നതാണ് യൂനസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ദെൻ ഓക്കെ, സോ അതിൽ നെക്സ്റ്റ് ഒരു കാര്യം പറയുന്നത് ഞാൻ ഇപ്പം ന്യൂസിൽ നോക്കിയിട്ട് പെട്ടെന്ന് കാണുന്നില്ല.
എങ്ങനെയാണ് ഇനി ഇന്ത്യ ബംഗ്ലാദേശിന്റെ റിലേഷൻഷിപ്പ് നമ്മൾ എവിടെയായിരിക്കും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന കാര്യങ്ങളും കൂടി ഇതിൽ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുന്നുണ്ട്. നമുക്ക് അത് കാര്യങ്ങൾ മാത്രം അറിഞ്ഞാൽ മതി, കാരണം ഇനി വരുന്ന ദിവസങ്ങളിൽ നമുക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയാം. ഓക്കെ, സോ നെക്സ്റ്റ് ആർട്ടിക്കിൾ, സെന്റർ അൺവീൽസ് ന്യൂ സിസ്റ്റം ടു സ്റ്റഡി വെദർ ക്രോപ്പ് പാറ്റേൺ. ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്രിലിംസിന് ഉള്ള ഒരു ആർട്ടിക്കിളാണ്. ഈ ആർട്ടിക്കിൾസിൻ്റെ അകത്ത് യൂണിയൻ അഗ്രികൾച്ചർ മിനിസ്റ്ററി റീസെന്റ് ആയിട്ട് ഒരു ഡിജിറ്റൽ ജിയോ സ്പേഷ്യൽ പ്ലാറ്റ്ഫോം ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു, കൃഷി ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം DSS. കുറച്ചുകൂടി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾ ആണെന്ന് പറയാം, ബിക്കോസ് അഗ്രികൾച്ചർ ജോഗ്രഫി വളരെ കുറച്ച് രീതിയിൽ മാത്രമേ നമുക്ക് കിട്ടൂ. മെയിൻസ് ആയിക്കോട്ടെ പ്രിലിംസ് ആയിക്കോട്ടെ, രണ്ടിനും നമുക്ക് റീസൺ ആയിട്ട് ഉപയോഗിക്കാം. ഇപ്പൊ കൃഷി ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം DSS ഈ പ്ലാറ്റ്ഫോം എന്തിനാണ്? ദിസ് പ്ലാറ്റ്ഫോം പ്രൊവൈഡ്സ് സീംലെസ് ആക്സസ് ടു കോംപ്രഹെൻസീവ് ഡാറ്റ ഇൻക്ലൂഡിംഗ് സാറ്റലൈറ്റ് ഇമേജസ്, weather informations, reservoir storage, groundwater levels and soil health informations. അപ്പം ഒരു ക്രോപ്പിന്റെ അല്ലെങ്കിൽ ക്രോപ്പിംഗ് ഏരിയാസിന്റെ വെതർ ഇൻഫർമേഷൻസ്, റിസർവോയർ സ്റ്റോറേജ് കണ്ടീഷൻസ്, ഗ്രൗണ്ട് വാട്ടർ ലെവൽസ്, സോയിൽ ഹെൽത്ത് ഇൻഫർമേഷൻസ് എല്ലാം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷനാണ്. അപ്പം ഫാമേഴ്സിന് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് അവർ ക്രോപ്പ് ചെയ്യുന്ന ഏരിയാസിനകത്തുള്ള ഫുൾ കണ്ടീഷൻസ്, സോയിൽസിന്റെ കണ്ടീഷൻസ് ഉൾപ്പെടെ കാര്യങ്ങൾ ആപ്ലിക്കേഷൻ വഴി അറിയാൻ സാധിക്കും. അതിലൂടെ ക്രോപ്പ് ഏത് ക്രോപ്പ് അവിടെ എടുക്കാം, ദാറ്റ് മീൻസ് ക്രോപ്പ് മാപ്പിങ്ങും അതുപോലെ തന്നെ ക്രോപ്പ് മോണിറ്ററിങ്ങും, അതുപോലെ തന്നെ ഏത് ലെവലിൽ ക്രോപ്സ് കൊണ്ടുവരാം, ഡിഫറെന്റ് ഇയേഴ്സിൽ ഏത് ലെവലിൽ ക്രോപ്സ് കൊണ്ടുവരാം, ക്രോപ്പ് റൊട്ടേഷൻ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, ഇപ്പം നിലവിൽ നടക്കുന്ന കണ്ടീഷൻ വെച്ച് കഴിഞ്ഞാൽ സോയിൽ എടുത്ത് കൊണ്ടുപോകുന്നു, ടെസ്റ്റ് ചെയ്യുന്നു, ടെസ്റ്റ് ചെയ്തതിനു ശേഷം ഏത് ക്രോപ്പ് വേണം, ഏത് പെസ്റ്റിസൈഡ്സ്, ഏത് ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യണം എന്നൊക്കെയാണ് പറയുന്നത്. ബട്ട് ഇത് ഈ ഒരു ആപ്ലിക്കേഷൻ വഴി സാറ്റലൈറ്റിന്റെ സഹായത്തോടു കൂടി എന്ത് ചെയ്യും, അവിടെ ഫാമേഴ്സിന്റെ കയ്യിലുള്ള ആപ്ലിക്കേഷൻസിലേക്ക് ഈ ഒരു DSS എന്ന് പറഞ്ഞിട്ടുള്ള കൃഷി ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റത്തിന്റെ അകത്ത് അവർക്ക് അറിയാൻ സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് ആർട്ടിക്കിൾ നോക്കുന്നത് സെന്റർ അപ്രൂവ്സ് റീഷഫിൾഡ് ഇൻ സീനിയർ ബ്യൂറോക്രാറ്റിക് പോസ്റ്റ്. സെൻട്രൽ ഗവൺമെന്റ് റീസെന്റ് ആയിട്ട് ഒരുപാട് ഹയർ ലെവൽ ബ്യൂറോക്രാറ്റിക് പോസ്റ്റുകൾ ചേഞ്ചസ് നടത്തിയിട്ടുണ്ടായിരുന്നു. അതൊന്നും നമുക്ക് ആവശ്യമില്ല. ഇവിടെ നമുക്ക് നോക്കാനുള്ളത് അപ്പോയിന്റ്മെന്റ്സ് കമ്മിറ്റി ഓഫ് ക്യാബിനറ്റ്. ഇത് മാത്രം ഒന്ന് നോട്ട് ചെയ്യാം, എന്താണ് അപ്പോയിന്റ്മെന്റ് കമ്മിറ്റി ഓഫ് ക്യാബിനറ്റ്. അപ്പൊ ഈ അപ്പോയിന്റ്മെന്റ് കമ്മിറ്റി ഓഫ് ക്യാബിനറ്റ് ആണ് റീസെന്റ് ആയിട്ട് റീഷഫ്ലിംഗ്, സീനിയർ ബ്യൂറോക്രാറ്റിക് പൊസിഷനിൽ റീഷഫ്ലിംഗ് നടത്തിയത്, ഇൻക്ലൂഡിംഗ് വിവേക് ജോഷിന് വരെ ഒരു ചേഞ്ചസ് നടന്നിട്ടുണ്ടായിരുന്നു. ആ ബ്യൂറോക്രാറ്റിക് സീനിയർ ബ്യൂറോക്രാറ്റിക് പോസ്റ്റിലേക്കാണ് പോയിട്ടുള്ളത് കേട്ടോ. ചീഫ് സെക്രട്ടറി, അണ്ടർ സെക്രട്ടറി തുടങ്ങിയിരിക്കുന്ന പോസ്റ്റിലാണ്. ഇവിടെ നമുക്ക് ആകെ അറിയാനുള്ളത് അപ്പോയിന്റ്മെന്റ് കമ്മിറ്റി ഓഫ് ദ ക്യാബിനറ്റ് ആണ്. ദ നെക്സ്റ്റ് ആർട്ടിക്കിൾ, സെൻട്രൽ ക്ലെയിംസ് ഓൺ ഡിമോണിറ്റൈസേഷൻ സക്സസ് ആൻഡ് ഐ വാഷ്. ഒരു കണ്ണിൽ പൊടിയിടലാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇതും ഒരു ക്രെഡിബിൾ ആയിട്ടുള്ള റിപ്പോർട്ടല്ല. നമുക്ക് ക്രെഡിബിൾ റിപ്പോർട്ടുകൾ വരുന്ന സമയത്ത് മാത്രമേ ഈ പറഞ്ഞിട്ടുള്ള നമ്മുടെ മെയിൻസ് ആൻസർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പൊ ഏതെങ്കിലും ഒരു പൊളിറ്റീഷ്യൻസ് പറയുന്ന കാര്യങ്ങളോ ഇതൊന്നും നമുക്ക് വ്യക്തമായിട്ട് നമുക്ക് ന്യൂസിൽ പറയാൻ പറ്റില്ല. അതിന് സ്റ്റാറ്റിക്സ് ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല. ബട്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വേണമെങ്കിൽ നമുക്ക് മെൻഷൻ ചെയ്യാം. അദ്ദേഹത്തിന്റെ പേര് മെൻഷൻ ചെയ്യണമെന്നില്ല. അപ്പൊ നേരത്തെ തന്നെ പ്രിയങ്ക ഗാന്ധി ഏകദേശം 86 റേപ്പ് കേസുകൾ പെർ ഡേ നടക്കാറുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് പ്രിയങ്ക ഗാന്ധി നോട്ട് ചെയ്യുന്ന പറയാൻ നിൽക്കരുത്, ജസ്റ്റ് അറൌണ്ട് 86 റേപ്പ് കേസുകൾ ഇന്ത്യയിൽ എവരിഡേ നടക്കുന്നുണ്ടെന്നുള്ള കാര്യങ്ങൾ നമുക്ക് മെൻഷൻ ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇവിടെയും അതേപോലെ തന്നെ 2016 നടത്തിയിട്ടുള്ള ഡിമോണിറ്റൈസേഷന് ശേഷം ഇവിടെ കൗണ്ടർ ഫീറ്റിംഗ്, ദാറ്റ് മീൻസ് ഫേക്ക് കറൻസി ഉണ്ടായിരിക്കില്ല, അതുപോലെ തന്നെ ബ്ലാക്ക് മണി ഉണ്ടായിരിക്കുന്നില്ല എന്ന കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ബട്ട് ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യം 500 റുപ്പീസിന്റെ നോട്ട് 2018-19 കാലഘട്ടത്തിൽ ഏകദേശം 4 മടങ്ങ് വർദ്ധിച്ചിട്ടുണ്ടായിരുന്നു കൗണ്ടർ ഫീറ്റ്. അതുപോലെ തന്നെ 2000 റുപ്പീസിന്റെ നോട്ടാണെന്നുണ്ടെങ്കിൽ പോലും 2020-21 കാലഘട്ടത്തിൽ മാത്രം 3 മടങ്ങ് കൗണ്ടർ ഫീറ്റിംഗ് നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണ് ഗവൺമെന്റ് പറഞ്ഞിട്ടുള്ളത്? ഇപ്പൊ ബ്ലാക്ക് മണി പോയിട്ടില്ല, കൗണ്ടർ ഫീറ്റിംഗ് പോയിട്ടില്ല. സോ ദെൻ മോണിറ്റൈസേഷൻ കൊണ്ട് എന്താണ് അച്ചീവ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ ജയറാം രമേശ് ചോദിക്കുന്ന ഒരു ചോദ്യം. ഓക്കെ, അപ്പം ആ ഒരു കാര്യം ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, മനസ്സിലോർത്തിരിക്കുക. ഡിമോണിറ്റൈസേഷന്റെ ഒരു നെഗറ്റീവ്സ് ആയിട്ട് നമുക്ക് മെൻഷൻ ചെയ്യാൻ സാധിക്കും. ദാറ്റ് മീൻസ് 500 റുപ്പീസും 200 റുപ്പീസും കൗണ്ടർ ഫീറ്റിംഗ് കൂടുതൽ നടന്നു എന്നുള്ള കാര്യങ്ങൾ. ദ നെക്സ്റ്റ് ആർട്ടിക്കിൾ, NWMI issues guidelines to boost equity in newsrooms. അപ്പം ദ നെറ്റ്വർക്ക് ഓഫ് വുമൺ ഇൻ മീഡിയ ഇന്ത്യ. അപ്പം ഈ ഒരു നെറ്റ്വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മീഡിയ റൂംസിൽ, ന്യൂസ് റൂംസിൽ എങ്ങനെയാണ് ഈ ജേർണലിസ്റ്റിന് ഒരു പ്രൊട്ടക്ഷൻ ആൻഡ് സേഫ്റ്റി എൻഷുർ ചെയ്യുന്ന കാര്യങ്ങൾ. ഓൾറെഡി വുമൻസിന്റെ സേഫ്റ്റിയുമായിട്ട് ഇപ്പം ഒരുപാട് ഇഷ്യൂസുകൾ നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ എല്ലാ സെക്ടേഴ്സിലുള്ള സേഫ്റ്റി ഒന്നുകൂടി എൻഷുർ ചെയ്യുക, ഒന്നുകൂടി റീഎൻഫോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട് ഇവിടെ ജേർണലിസ്റ്റ് അതുപോലെ തന്നെ പ്രൊഫഷൻസിനെതിരെ. ഓക്കെ, അപ്പൊ ഇവിടെ കുറച്ച് റെക്കമെൻഡേഷൻസ് ആണ് നൽകുന്നത്. അപ്പൊ നമുക്കറിയാം ന്യൂസ് ബ്യൂറോ അല്ലെങ്കിൽ ന്യൂസിലേക്ക് വരുന്ന സമയത്ത് അവിടെ ഒരുപാട് പേരുണ്ടായിരിക്കും. എങ്ങനെ ജേർണലിസ്റ്റുകളായിട്ട് ഒരുപാട് പേരുണ്ടായിരിക്കും അല്ലെ.
അപ്പം ഈ ഒരു NWMI, ദാറ്റ് മീൻസ് നെറ്റ്വർക്ക് ഓഫ് വുമൺ ഇൻ മീഡിയ ആൻഡ് ഇന്ത്യ, അപ്പൊ നമുക്ക് അത് മാത്രം അറിഞ്ഞാൽ മതി. അപ്പൊ അവരാണ് ഇവരുടെ പ്രൊട്ടക്ഷൻസ് കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അപ്പൊ അവർ പറയുന്നത് പുതിയ റെക്കമെൻഡേഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 30 days പെയ്ഡ് ലീവ് ആനുവലി, ഓക്കെ, ക്യാഷ് ലീവ് വേണം, ഫെസ്റ്റിവൽ ലീവ് വേണം, സിക്ക് ലീവുകൾ ആവശ്യമായിട്ടുണ്ട്, തുടങ്ങിയിരിക്കുന്ന കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിനെല്ലാം പുറമെ ഒരു ഗ്രീവിയൻസ് റിഡ്രസൽ മെക്കാനിസം ആവശ്യമായിട്ടുണ്ട്. ഓക്കെ, ദാറ്റ് മീൻസ് എന്തിനാണ് ഈ ഒരു മീഡിയ സെന്റേഴ്സിൽ നടക്കുന്ന ടോക്സിക് ബിഹേവിയേഴ്സ്, അതുപോലെ തന്നെ അവർ പറയുന്ന കാര്യങ്ങൾ കോൺഫിഡൻഷ്യലി മനസ്സിലാക്കി വെക്കുക, ഒരു ന്യൂട്രൽ ഫാക്ട് ഫൈൻഡിങ് പ്രോസസ്സ് മുന്നോട്ട് കൊണ്ടുപോകാം. ഒരിക്കലും ഒരു റിലൈ ചെയ്തിട്ടുള്ള ഒരു കാര്യങ്ങൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സെക്ടർ അലൈൻ ചെയ്തിട്ടുള്ള ഒരു രീതിയിൽ പോകാൻ പാടില്ല. അപ്പം വ്യക്തമായിട്ടുള്ള ഗ്രീവിയൻസ് റിഡ്രസൽ മെക്കാനിസം, ഒരു സീറോ ടോളറൻസ് ഉള്ള ഗ്രീവിയൻസ് റിഡ്രസൽ മെക്കാനിസം ആവശ്യമായിട്ടുണ്ട് എന്നും കൂടിയാണ് ഈ റെക്കമെൻഡേഷൻസ് പറയുന്നത്. അപ്പൊ ഇത് എന്തിനാണ് നമ്മൾ പഠിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആസ് എ വേ ഫോർവേഡ് ആയിട്ട് ഇപ്പൊ വുമൺ പ്രൊട്ടക്ഷനോ കാര്യങ്ങളൊക്കെ പറ്റി ചോദിക്കുന്ന സമയത്ത്, നമുക്കിപ്പോൾ ഹോസ്പിറ്റൽസിന്റെ കേസിനെ പറ്റി ചോദിക്കുന്നു, ഹോസ്പിറ്റൽസിന്റെ വുമൻസ് പ്രൊട്ടക്ഷൻ ആണോ എന്നുള്ള കാര്യം ചോദിക്കുന്ന സമയത്ത് നമുക്ക് ആസ് എ വേ ഫോർവേഡ് ആയിട്ട് നമുക്ക് ലീവിനെ പറ്റിയിട്ട് മെൻഷൻ ചെയ്യാം. അപ്പൊ ജസ്റ്റ് അവിടെ പ്രൊട്ടക്ഷൻ മാത്രം പറയരുത്, ഇവിടെ സേഫ്റ്റിയും കൂടി ജസ്റ്റ് ഒന്ന് പറയാൻ ശ്രമിക്കണം. ഓക്കെ, അവർക്ക് ഇത്തരത്തിലുള്ള അറ്റാക്കിങ്ങിൽ നിന്നുള്ള സേഫ്റ്റി മാത്രം പോരാ, അവർക്ക് പെയ്ഡ് ലീവുകൾ, മെറ്റേണിറ്റി ലീവ്, അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾക്ക് എപ്പോഴും നോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഗ്രീവിയൻസ് റിഡ്രസൽ മെക്കാനിസം. ഓക്കെ, അപ്പൊ എവിടെയാണ് നിങ്ങൾക്ക് മെയിൻസ് ചെയ്യുന്ന സമയത്ത് എവിടെ വേണമെങ്കിലും എഴുതാൻ പറ്റും, ഒരു ഗ്രീവിയൻസ് റിഡ്രസൽ മെക്കാനിസം ആവശ്യമായിട്ടുണ്ട്, ഒരു സീറോ ടോളറൻസ് ഉള്ള ഗ്രീവിയൻസ് റിഡ്രസൽ മെക്കാനിസം. മീൻസ് ഇഷ്യൂസുകൾ മനസ്സിലാക്കാൻ വേണ്ടി മാത്രം. ഓക്കെ, then going to next article, the essence of India's inflation problem. നമുക്കറിയാം റീസെന്റ് ആയിട്ട് RBIയുടെ പലതരത്തിലുള്ള നോംസ് എന്ന് പറയുന്ന സമയത്ത് ഇൻഫ്ലേഷൻ ടാർഗറ്റിംഗ്, ഇപ്പൊ ഏകദേശം ഇന്ത്യൻ ഇൻഫ്ലേഷൻ ഏകദേശം ഒരു 4% മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. 4% +or -2 ഇത്രയാണ്. ദാറ്റ് മീൻസ് 6% വരെ പോകാം, അതുപോലെ തന്നെ 2% വരെ, 2 to 6% ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യാം. അപ്പൊ RBI എപ്പോഴും ഈ ഒരു ലെവലിൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കാറുള്ളത്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് നോക്കാനുള്ളത് രണ്ട് മെയിൻ ആയിട്ടുള്ള ഇൻഫ്ലേഷൻ, ഹെഡ്ലൈൻ ഇൻഫ്ലേഷൻസും അതുപോലെ തന്നെ കോർ ഇൻഫ്ലേഷനും. ഹെഡ്ലൈൻ ഇൻഫ്ലേഷൻ ആൻഡ് കോർ ഇൻഫ്ലേഷൻ. അപ്പം ഈ ഒരു ആർട്ടിക്കിൾസിൽ പറഞ്ഞിരിക്കുന്നത് റീസെന്റ് ആയിട്ട് RBI പലതരത്തിലുള്ള ഇൻഫ്ലേഷൻ ടാർഗറ്റിംഗ് മെക്കാനിസം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. റിപ്പോ റേറ്റ് കൂട്ടിയിട്ടാണെങ്കിലും പലതരത്തിലുള്ള ഇൻട്രസ്റ്റ് റേറ്റുകൾ കൂട്ടിയും കുറച്ചൊക്കെ RBI ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്ത കാര്യങ്ങൾ നമ്മൾ തന്നെ ന്യൂസിൽ പലതവണ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പം എന്തുകൊണ്ടാണ് അപ്പം ഫുഡ് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോർ ഇൻഫ്ലേഷൻസിൽ വരുന്നൊരു കാര്യമാണ്, ഹെഡ്ലൈൻ ഇൻഫ്ലേഷനിൽ വരുന്നൊരു കാര്യമാണ് ഫുഡ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഫുഡ് ഭയങ്കര വോളറ്റൈലാണ്, ഫുഡ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വോളറ്റൈലാണ്. കാരണം ആ പച്ചക്കറികൾക്ക് വില കൂടാം, വില കുറയാം അല്ലെ, വളരെ പെട്ടെന്ന് വില കൂടുകയും കുറയുകയും ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് ഈ പറഞ്ഞിരിക്കുന്ന അഗ്രി പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഈ അഗ്രി പ്രൊഡക്ട്സ് ആണ് ഇന്ത്യൻ GDPയിൽ മെജോറിറ്റി കാര്യങ്ങൾ, അല്ലെങ്കിൽ ഈ ഒരു ഹെഡ്ലൈൻ ഇൻഫ്ലേഷൻ്റെ അകത്ത് മെജോറിറ്റി കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ആരാണ്? ഈ അഗ്രി പ്രൊഡക്ട്സ് ആണ്. അപ്പം ഈ അഗ്രി പ്രൊഡക്ട്സിന്റെ റേറ്റ് ചേഞ്ച് ആവുക എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഏതെങ്കിലും തരത്തില് RBI ഇപ്പം നമ്മുടെ ഇൻഫ്ലേഷൻ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി വരുന്ന സമയത്ത് ഫുഡ് പ്രൊഡക്ട്സിൽ ഉണ്ടാകുന്ന ചേഞ്ചസുകളുണ്ട്, ഇൻഫ്ലേഷൻ നല്ല രീതിയിൽ ചേഞ്ചസുകൾ സംഭവിക്കാം അല്ലെ. ഫുഡ് പ്രൊഡക്ട്സിൽ ചേഞ്ചസ് പെട്ടെന്ന് തന്നെ വോളറ്റൈലാണ്. അപ്പൊ ചേഞ്ച് വരുന്ന സമയത്ത് ഹെഡ്ലൈൻ ഇൻഫ്ലേഷൻസിൽ നല്ല രീതിയിൽ ചേഞ്ച് സംഭവിക്കാം. അപ്പം ഹോൾ മാർക്കറ്റ്, എല്ലാ മാർക്കറ്റും ആ ഹെഡ്ലൈൻ ഇൻഫ്ലേഷന്റെ ബേസിൽ RBI നിയന്ത്രിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അപ്പൊ ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന മറ്റ് പല സെക്ടേഴ്സിലും ഇഷ്യൂസുകൾ സംഭവിക്കും. അപ്പൊ എന്താണ് RBI പറഞ്ഞിട്ടുള്ളത്? ഇപ്പൊ ഈ ഒരു ആർട്ടിക്കിൾസിൽ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഫ്ലേഷൻ ടാർഗറ്റിംഗ് നടത്തുന്ന സമയത്ത് ഫുഡ് പ്രൊഡക്ട്സുകൾ ഇല്ലാത്ത കോർ ഇൻഫ്ലേഷൻ ആയിട്ട് എടുക്കും. അപ്പൊ കോർ ഇൻഫ്ലേഷനെ ബേസ് ചെയ്തുകൊണ്ട് RBI ഫോക്കസ് ചെയ്യാം. ഫുഡ് ഇൻഫ്ലേഷൻ സെപ്പറേറ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് അതിനാവശ്യമായിട്ടുള്ള അറേഞ്ച്മെന്റ്സ് മാത്രം. കാരണം RBI ഫുഡും കൂടി വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഫുഡ് പ്രൊഡക്ട്സും കൂടി വരുന്ന സമയത്ത് മൊത്തത്തിലാണ് ഇൻഫ്ലേഷൻ ടാർഗറ്റ് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? മൊത്തത്തിലാണ് ഇൻഫ്ലേഷൻ ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ടാർഗറ്റ് സമയത്ത് എന്ത് സംഭവിക്കും? ഇതിനണ്ടറിലുള്ള എല്ലാ സെക്ടേഴ്സിനെയും ബാധിച്ചുകൊണ്ടിരിക്കും. അതുവരെ ഫുഡിനെ അങ്ങോട്ട് മാറ്റി നിർത്താം, എന്നിട്ട് കോർ ഇൻഫ്ലേഷന് ബേസ് കൊണ്ട് മാത്രം ഇൻഫ്ലേഷൻ ടാർഗറ്റ് കൊടുക്കുക. ഫുഡിന് സെപ്പറേറ്റ് ആയിട്ടുള്ള ഇൻഫ്ലേഷൻ, അതായത് ഫുഡ് പ്രൊഡക്ട്സിന്റെ ഇൻഫ്ലേഷൻ സെപ്പറേറ്റ് ആയിട്ട് നോക്കുക എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. എക്കണോമിക് പെർസ്പെക്റ്റീവിൽ വളരെ നല്ലൊരു ആർട്ടിക്കിളാണ്. ജസ്റ്റ് നിങ്ങൾക്ക് വായിച്ചു നോക്കാൻ പറ്റുന്ന വായിച്ചു നോക്കാൻ. ഞാൻ ഒരു ക്രക്സ് മാത്രം പറഞ്ഞിട്ടുള്ളത് ഇതിൽ എന്താണ് സംസാരിക്കാൻ പോകുന്ന കാര്യം. ഇവിടെ ടാർഗറ്റിംഗ് ദ കോർ ഇൻഫ്ലേഷൻ, അതുപോലെ തന്നെ ഫോക്കസ് ഓൺ അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ, റൈസിംഗ് പ്രൈസ് ഓൺ ഫുഡ് പ്രൈസ് എപ്പോഴും കൂടുകയും കുറയുകയും ചെയ്യും. അപ്പം എക്കണോമിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എപ്പോഴും UPSC ഇൻഫ്ലേഷനെ ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പൊ അതിൽ നിങ്ങൾക്ക് ആസ് എ വേ ഫോർവേഡ് ആയിട്ട് എഴുതാൻ പറ്റുന്ന നല്ലൊരു ആർട്ടിക്കിളാണ്. തീർച്ചയായിട്ടും ഈ ഒരു ആർട്ടിക്കിൾ വായിക്കാൻ ശ്രമിക്കാം. The next article, apathy continues. Africa is not getting
എംപോക്സ് വാക്സിൻസ് ഡിസ്പൈറ്റ് ദ ഡിസീസ് എൻഡിമിസിറ്റി. അപ്പൊ ആഫ്രിക്കയിലുള്ള നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡിസീസിനെ പറ്റിയാണ് ഈ ആർട്ടിക്കിൾ നോക്കുന്നത്. എംപോക്സ് അല്ലെങ്കിൽ മങ്കി പോക്സ് എന്ന് പറയും. ഓക്കെ, അപ്പൊ മങ്കി പോക്സ് പറയുന്ന മുന്നേ നമുക്ക് സ്മോൾ പോക്സിനെയും കൂടി ഒന്ന് മെൻഷൻ ചെയ്യണം. സ്മോൾ പോക്സിനെക്കാട്ടും എന്താണ് ഡേഞ്ചറസ് കുറഞ്ഞിട്ടുള്ളതാണ് ഈ ഒരു മങ്കി പോക്സ്. മങ്കി പോക്സ് കൂടുതലും കണ്ടുവരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഫ്രിക്കൻ റീജിയനിലാണ്. ഇപ്പൊ റീസെന്റ് ആയിട്ടുള്ള ഔട്ട് ബ്രേക്ക് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിൽ നടന്നിട്ടുള്ള റീസെന്റ് ആയിട്ടുള്ള ഒരു ഔട്ട് ബ്രേക്കിൽ ഒരുപാട് ഡെത്തുകൾ അവിടെ നടന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ അതിനുശേഷം ആഫ്രിക്കൻ ഗവൺമെന്റ് ഈ ആഫ്രിക്ക CDC എന്ത് പറഞ്ഞു? ഓക്കെ, ഡിസീസ് കൺട്രോൾ പറഞ്ഞുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഔട്ട് ബ്രേക്കിന് പബ്ലിക് ഹെൽത്ത് എമർജൻസി ഓഫ് കോണ്ടിനെന്റൽ സെക്യൂരിറ്റി PHECS ആയിട്ട് പ്രഖ്യാപിച്ചു. പബ്ലിക് ഹെൽത്ത് എമർജൻസി, ഇതൊരു ഹെൽത്ത് എമർജൻസി ആയിട്ട് പ്രഖ്യാപിച്ചു. പബ്ലിക് ഹെൽത്ത് എമർജൻസി ഓഫ് കോണ്ടിനെന്റൽ സെക്യൂരിറ്റി. ജസ്റ്റ് ആഫ്രിക്കൻ കോണ്ടിനെന്റിനെ പറ്റി മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. അപ്പൊ ദെൻ സെയിം കണ്ടീഷൻ WHO ഇതിന് എന്തായിട്ട് അംഗീകരിച്ചു? WHO ഇതിനെ റെക്കഗ്നൈസ് ചെയ്തു എന്തായിട്ട്? എംപോക്സ് അല്ലെങ്കിൽ മങ്കി പോക്സിനെ പബ്ലിക് ഹെൽത്ത് എമർജൻസി ഓഫ് ഇന്റർനാഷണൽ കൺസേൺസിലേക്ക് മാറ്റി. ഓക്കെ, WHO ഇത് ഇന്റർനാഷണൽ പബ്ലിക് ഹെൽത്ത് എമർജൻസി ആയിട്ട് എന്താണ് അതിനെ ഡിക്ലെയർ ചെയ്തു. ആഫ്രിക്കൻ ഗവൺമെന്റ് ഇതിനെന്തായിട്ടെങ്കിലും കോണ്ടിനെന്റൽ സെക്യൂരിറ്റി ആയിട്ട് പബ്ലിക് എമർജൻസി ഇഷ്യൂ ആയിട്ട് ജസ്റ്റ് മെൻഷൻ ചെയ്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇതിൽ പറഞ്ഞ കാര്യം 2022 എംപോക്സ്, അതിനുശേഷം ഇത് UK-യിലും അതുപോലെ തന്നെ മറ്റ് സൗദി അറേബ്യൻ കൺട്രീസിലും സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. മൈൽഡർ ക്ലാഡ് 2B വൈറസ്. ഇപ്പൊ ഈ മങ്കി പോക്സ് കാരണമാവുന്ന വൈറസിന്റെ പേര് നോട്ട് ചെയ്തോളൂ. മൈൽഡർ ക്ലാഡ് 2B വൈറസ് ആണ്. ഇതെങ്ങനെയാണ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ പ്രൈമറിലി എഫക്റ്റിംഗ് മെൻ ഹു ഹാവ് സെക്സ് വിത്ത് മെൻ വിത്ത് ലിമിറ്റഡ് കേസസ് എമോങ് ചിൽഡ്രൻസ് ആൻഡ് അഡോൾസൻസ്. അപ്പൊ മെൻ വിത്ത് മെനുള്ള സെക്സിലൂടെയാണ് ഈ ഒരു മങ്കി പോക്സ് കൂടുതലും വരുന്നത് പറയുന്നുണ്ട്. അപ്പൊ അതുപോലെ തന്നെ ഇത് ലിമിറ്റഡ് ആയിട്ട് മാത്രമാണ് ചിൽഡ്രൻസിലും അഡോൾസൻസിലും കാണുന്നത്. ബട്ട് ഇൻ ദ കേസ് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിലൊക്കെ നോക്കുന്ന സമയത്ത് ഈ ഒരു 15 വയസ്സിന് താഴെ ആളുകളാണ് കൂടുതലും ഈ പറഞ്ഞിട്ടുള്ള മങ്കി പോക്സ് കാണാറുള്ളത്. അവിടുത്തെ റിപ്പോർട്ടുകൾ നോക്കുന്ന ഏകദേശം 517 ഡെത്ത് ഇതുവരെ നടന്നിട്ടുണ്ടായിരുന്നു. 2863 കൺഫേംഡ് കേസുകൾ അവിടെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ വാക്സിൻസുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വാക്സിൻസ് അക്യൂട്ട് ഓഫ് ഷോർട്ട് സപ്ലൈ. അപ്പം വാക്സിൻസിന്റെ സപ്ലൈ വളരെ വളരെ ഷോർട്ട് ആണെന്ന് കൂടി പറയുന്നത്. ഏകദേശം 10 മില്യൺ ഡോസസുകൾ ആവശ്യമായുള്ള ഒരു ഏരിയയിലേക്ക് അറൌണ്ട് 0.21 മില്യൺ ഡോസസുകൾ മാത്രമേ ലഭിച്ചിട്ടുള്ളൂ എന്നുള്ള കാര്യങ്ങളും കൂടി ഇവിടെ നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക. ഓക്കെ, കാരണം വാക്സിൻസിന്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്, എങ്ങനെയാണ് ഒരു ഡിസീസിനെ ഹെൽത്ത് എമർജൻസി ആയിട്ട് മാറ്റുന്നതും കൂടി കാര്യങ്ങളും ഇപ്പൊ കൂടി പറയുന്നുണ്ട്. ദ നെക്സ്റ്റ് ആർട്ടിക്കിൾ എൻഷുറിംഗ് സോഷ്യൽ ജസ്റ്റിസ് ഇൻ ദ ബ്യൂറോക്രസി. ഓക്കെ, സോ ഇതിൽ ഏറ്റവും ലോവർ കാസ്റ്റ് ആയിട്ടുള്ള SC ST OBC കാറ്റഗറിയിൽ വരുന്ന ആളുകൾക്ക് ഹൈ ആൻഡ് ബ്യൂറോക്രാറ്റിക് പൊസിഷനിലേക്ക് എത്താൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് എന്ത് നൽകണം? ഇൻ പ്രൊമോഷനിലും കൂടി റിസർവേഷൻ കൊണ്ടുവരണം എന്നാണ് പറയുന്നത്. അപ്പൊ ഇതിൽ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജനറൽ കാറ്റഗറിയിലെ ആളുകളെ 21 to ഏജിൽ തന്നെ ഇപ്പം ഏതെങ്കിലും ഇപ്പൊ ഫോർ എക്സാമ്പിൾ സിവിൽ സർവീസ് എക്സാമിനേഷൻ എടുക്കാം. അതിൽ 21 ഏജിൽ അവർ എക്സാമിനേഷൻ എഴുതി അവർക്ക് വളരെ പെട്ടെന്ന് കിട്ടും. ബിക്കോസ് അവരുടെ ഫാമിലി കണ്ടീഷൻസ് കുറച്ചുകൂടി വെൽത്തി ആയിരിക്കും. സോ അതുകൊണ്ട് അവർ ഈ പ്രൊമോഷൻസ് കിട്ടിയതിന് ശേഷം അവര് ഈ ഒരു ഇയർ ബേസ്ഡിലുള്ള പ്രൊമോഷൻ ആണ് നോക്കുന്നത്. അതായത് സർവീസ് ബേസ്ഡിലുള്ള പ്രൊമോഷൻ ആണെന്നുണ്ടെങ്കിൽ അവർ കൂടുതൽ വർഷം സർവീസിൽ ഉണ്ടായിരിക്കും, അവർക്ക് പ്രൊമോഷൻ ലഭിക്കുകയും ചെയ്യും. അവർക്ക് പ്രൊമോഷൻ ലഭിച്ചു കഴിഞ്ഞാൽ അവരെടുത്തും ഏറ്റവും ടോപ്പ് മോസ്റ്റ് പൊസിഷനിലേക്ക് അവർ എത്തുമെന്നാണ് പറയുന്നത്. ബട്ട് ഇൻ ദ കേസ് OBC SC ST കാറ്റഗറിയിലേക്ക് നോക്കുന്ന സമയത്ത് അവർക്ക് ഒരു 37 ഏജസ് വരെ അല്ലെങ്കിൽ 35-37 ഏജസ് വരെ സിവിൽ സർവീസ് എക്സാമിനേഷൻ എഴുതാൻ സാധിക്കും. അപ്പൊ അവിടെ നടക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, അവര് ഏകദേശം ഒരു 25-26 ഏജിലൊക്കെയാണ് അവർ സർവീസിലേക്ക് കയറുന്നത്. അഥവാ സർവീസിൽ കയറിയാൽ പോലും അവർ റിട്ടയർമെന്റ് ഏജ് എല്ലാവർക്കും ഒരുപോലെയാണ്. റിട്ടയർമെന്റ് ഏജിലേക്ക് വരുന്ന സമയത്ത് അവർ ഒരു മിഡിൽ പൊസിഷനിൽ നിന്ന് എന്ത് ചെയ്യും? റിട്ടയർ ചെയ്യേണ്ട ഒരു അവസ്ഥയാണ്. ദാറ്റ് മീൻസ് അവർക്ക് ബ്യൂറോക്രസിയിൽ ഹൈ എൻഡ് പോസ്റ്റിലേക്ക് പോകാൻ പറ്റുന്നില്ല. ഹൈ എൻഡ് പോസ്റ്റിലേക്ക് പോകണമെങ്കിൽ എന്ത് ചെയ്യണം? കൂടുതൽ ടൈം സർവീസിലിരിക്കണം അല്ലെ? അപ്പൊ കൂടുതൽ ടൈം സർവീസിലിരിക്കാൻ സാധിക്കുന്നില്ല ഇവിടെ. കാരണം അവർ ഏറ്റവും ലാസ്റ്റ് ഏജിൽ റിട്ടയർമെന്റ് ഏജിന് അടുപ്പിച്ചിട്ടാണ് അവർ സർവീസിലേക്ക് കയറുന്നത്. ബട്ട് ഈ ഒരു ആർട്ടിക്കിൾസിൽ പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സെപ്പറേറ്റ് ആയിട്ടുള്ള കമ്മിറ്റി ആവശ്യമായിട്ടുണ്ട്. ഓക്കെ, സോ ഇത്തരത്തിലുള്ള ആളുകൾ ഹൈ എൻഡ് ബ്യൂറോക്രാറ്റിക് പൊസിഷനിൽ എത്തുന്നുണ്ടോ എന്ന കാര്യങ്ങൾ നോക്കുന്നതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള കമ്മിറ്റി ആവശ്യമായിട്ടുണ്ട്. അതുപോലെ തന്നെ പറഞ്ഞിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊമോഷൻ വരുന്ന സമയത്ത് അവിടെയും റിസർവേഷൻ കൊണ്ടുവരും. ഓക്കെ, ഒരു 10 കൊല്ലം വർക്ക് ചെയ്തിരിക്കുന്ന ജനറൽ കാറ്റഗറിയിലുള്ള ആളുകളും ഒരു 6 വർഷം വർക്ക് ചെയ്തിരിക്കുന്ന ഒരു OBC അല്ലെങ്കിൽ SC ST കാറ്റഗറിയിലുള്ള ആളുകൾക്കും ഒരേ രീതിയിലുള്ള പ്രൊമോഷൻ കാര്യങ്ങൾ കൊടുക്കണം. അതിൽ റിസർവേഷൻ നൽകാൻ ശ്രമിക്കണം. അങ്ങനെ നോക്കുന്ന സമയത്ത് സർവീസ് വാലിഡിറ്റിനേക്കാൾ കൂടുതൽ, സർവീസ് കാലാവധിയേക്കാൾ കൂടുതൽ കാസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള റിസർവേഷൻ നൽകണം പ്രൊമോഷൻ എന്നാണ് പറയുന്നത്. ഓക്കെ,
അതാണ് ഈ ആർട്ടിക്കിൾ നോക്കാനുള്ളത്. മൂവിംഗ് ഓൺ ടു നെക്സ്റ്റ് ആർട്ടിക്കിൾ, റീജിയണൽ ട്രബിൾസ്. ഈ ആർട്ടിക്കിൾസിൽ റീസെന്റ് ആയിട്ട് പെയ്തോഘാട്ടാൻ, അങ്ങനെയാണ് പേര് പറയുന്നത്, തായ്ലൻഡിലെ പുതിയൊരു പ്രൈം മിനിസ്റ്റർ ആണ്. പ്രത്യേകിച്ച് അവിടുത്തെ പേരുകൾ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. എന്തായാലും എന്തോ ഒരു പേര്, അങ്ങനെ ഇതിൽ മാത്രം ജസ്റ്റ് ഓർത്തിരിക്കുക. പേര് വേണമെങ്കിൽ ഇവിടെ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് വായിക്കാൻ പറ്റുമെങ്കിൽ വായിച്ചു നോക്കാം. ഓക്കെ, അപ്പം അദ്ദേഹം പ്രൈം മിനിസ്റ്റർ തായ്ലൻഡിന്റെ പുതിയ യങ്ങസ്റ്റ് ആയിട്ടുള്ള മിനിസ്റ്ററായിട്ട് മാറുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഫാമിലി മെമ്പർ തന്നെയാണ്. ഒരു സ്ട്രോങ് മൊണാർക്കൽ ബേസ്ഡിലാണ് തായ്ലൻഡിലെ പ്രൈം മിനിസ്റ്റർ ഇലക്ഷൻ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഓക്കെ, അദ്ദേഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ താഷ്കിൻ 2006 മിലിറ്ററി കോപ്പില് താഷ്കിൻ എന്ന് പറഞ്ഞിട്ടുള്ള ആളുകളെ എടുത്തു മാറ്റിയിട്ടുണ്ട്. എവിടെയെങ്കിലും മിലിറ്ററി കോപ്പ് പറഞ്ഞ സമയത്ത് ഈ സ്ട്രോങ് മൊണാർക്കൽ ബേസിൽ വർക്ക് ചെയ്യുന്ന എല്ലാ കൺട്രീസിലും എന്തായിരിക്കും മിലിറ്ററി കോപ്പ് നടക്കാറുണ്ട്. മ്യാൻമാറിൽ മിലിറ്ററി കോപ്പ് നടന്നിട്ടുണ്ടായിരുന്നു. മിലിറ്ററി കോപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മിലിറ്ററി ഒന്നടങ്കം വന്ന് ഭരണത്തിലിരിക്കുന്ന ആൾക്കാരൊക്കെ മാറ്റിയിട്ട് മിലിറ്ററി ഭരണം ഏറ്റെടുക്കുന്ന ഒരു പരിപാടിയാണ്. അപ്പം അങ്ങനത്തെ പരിപാടി മ്യാൻമാറിൽ നമ്മൾ നടന്നിട്ടുണ്ടായിരുന്നു, തായ്ലൻഡിൽ നടന്നിട്ടുണ്ടായിരുന്നു. 2006 തായ്ലൻഡിൽ നടന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇദ്ദേഹത്തിന്റെ അച്ഛൻ അന്ന് എന്താണ് ആ ഒരു പൊസിഷനിൽ നിന്ന് മാറിയിട്ട് മിലിറ്ററി ആയിരുന്നു പിന്നീട് ഭരിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിന്റെ മകളാണ് ഇപ്പം പ്രൈം മിനിസ്റ്റർ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ എന്തിനാണ് ഈ ഒരു ആർട്ടിക്കിൾ നമുക്ക് ഇന്ത്യൻ പെർസ്പെക്റ്റീവിൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തായ്ലൻഡ് എന്ന് പറയുന്ന റീജിയൻ സ്ട്രേറ്റ് ഓഫ് മലാക്കയുടെ അടുത്താണ്. ദാറ്റ് മീൻസ് ഇന്ത്യൻ ഓഷ്യൻ റീജിയനിലും, അതേപോലെ തന്നെ നമ്മൾ സ്ട്രേറ്റ് ഓഫ് മലാക്ക, സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ സൗത്ത് ചൈന സീയിൽ നടക്കുന്ന ചൈനീസ് ഡിസ്പ്യൂട്ടും കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. അപ്പൊ അവിടെ സൗത്ത് ഏഷ്യൻ കൺട്രീസിന്റെ ഇടയിലുള്ള ഒരു സ്ട്രോങ് സെക്യൂരിറ്റി സർവൈലൻസിന് തായ്ലൻഡ് നമുക്ക് ആവശ്യമാണ്. അപ്പൊ തായ്ലൻഡിൽ സ്ട്രോങ് ആയിട്ടുള്ള ഗവൺമെന്റ് വരേണ്ടത് ഇന്ത്യൻ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ മറ്റ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസിന്റെ ഇൻട്രസ്റ്റും കൂടിയാണ്. ആ ഒരു പെർസ്പെക്റ്റീവിലാണ് കേട്ടോ നമുക്ക് ഈ ആർട്ടിക്കിൾ നോക്കാനുള്ളത്. ഓക്കെ, കളിച്ച തായ്ലൻഡിൽ ഇത്തരത്തിലുള്ള ക്രൈസിസുകൾ എപ്പോഴും ഷാഡോ ചെയ്തുകൊണ്ടിരിക്കും. റീസെന്റ് ബിംസ്റ്റെക് സമ്മിറ്റ് ബാങ്കോക്കിൽ വെച്ച് നടക്കാൻ വേണ്ടിയിട്ടാണ് ഇവരെ സെപ്റ്റംബർ 4 ബാങ്കോക്കിൽ വെച്ച് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് തായ്ലൻഡിൽ ഇത്തരത്തിലുള്ള ടെർമോയിൽസും കാര്യങ്ങളൊക്കെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ഇഷ്യൂ ആയി മാറും. വലിയ ഇഷ്യൂസുകൾ നടക്കുന്നില്ല, പുതിയ പ്രൈം മിനിസ്റ്റർ വന്നു എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഈ ബിംസ്റ്റെക്കിൽ സംസാരിക്കാൻ പോകുന്ന കാര്യം കൂടെ ജസ്റ്റ് ഒന്ന് ഓർമ്മിച്ച് വെക്കുക. ഏകദേശം പേയ്മെന്റ് മെക്കാനിസം, ഡിജിറ്റൽ പേയ്മെന്റ് മെക്കാനിസം, കണക്ടിവിറ്റി ആൻഡ് മാരിടൈം കോർപ്പറേഷൻ തുടങ്ങിയിരിക്കുന്ന കാര്യങ്ങളായിരിക്കും ബിംസ്റ്റെക്കിൽ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ഓർത്തിരിക്കുക, ബിംസ്റ്റെക്കിന്റെ മീറ്റിംഗിന് സെപ്റ്റംബർ 4 ശേഷം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ പറഞ്ഞിരിക്കുന്ന സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസിനിടയിലുള്ള ഡിജിറ്റൽ പേയ്മെന്റ് മെക്കാനിസം എന്തായിരിക്കും, അതിൽ പുതിയ മൂവ്മെന്റുകൾ എന്താണ്, കണക്ടിവിറ്റിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ വന്നു, അതുപോലെ തന്നെ മാരിടൈം കോർപ്പറേഷൻ എന്തൊക്കെ മാറ്റങ്ങൾ വരുന്ന കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടി വരും. നോട്ട് ചെയ്ത് വെച്ചുകൊണ്ട് പഠിക്കേണ്ടി വരും എന്നുള്ള കാര്യങ്ങൾ വിട്ടു പോകരുത്. ഓക്കെ, ഇത് നമുക്ക് ന്യൂസിൽ വന്നില്ലെങ്കിലും ഇത് നമുക്ക് പഠിക്കേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, ഇവിടെ സൗത്ത് ചൈന സീയുടെ ചൈനയിൽ വരുന്ന അഡ്രസ്സിങ് കാര്യങ്ങൾക്കും ചൈനയുടെ ഒരു അഗ്രസീവ് പോളിസി ഒക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ അഡ്രസ് ചെയ്യാന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ദെൻ വയലൻസ് ആൻഡ് വിജിൽ ഇൻ കൊൽക്കത്തയിലുള്ള സെയിം ട്രാജഡിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആർട്ടിക്കിളാണ്. പിന്നീട് മറ്റൊരു ആർട്ടിക്കിൾ നിങ്ങൾക്ക് അർബൻ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആർട്ടിക്കിളാണ്. നിങ്ങൾക്ക് അത് വായിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ വളരെ നല്ല ആർട്ടിക്കിളാണ്. ജേർണി ഓഫ് ബംഗളൂരു വേസ്റ്റ്. ജസ്റ്റ് ഇത് വായിച്ചു നോക്കിയാൽ മാത്രം മതി. അതായത് എങ്ങനെയാണ് ബംഗളൂരുള്ള വേസ്റ്റ് ഡിസ്പോസൽ നടക്കുന്നത്. ഇവിടെ ബൃഹത് ബംഗളൂരു മഹാനഗര പാലിക് BBMP എന്ന് പറഞ്ഞിരിക്കുന്ന ഈ പ്രോഗ്രാംസ് എങ്ങനെയാണ് അർബൻ വേസ്റ്റ് മാനേജ്മെന്റ്. അപ്പൊ നിങ്ങൾക്ക് എന്തിനു ഉപയോഗിക്കാം, അർബൻ വേസ്റ്റ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് അർബൻ വേസ്റ്റ്. ബിക്കോസ് ഈ അർബൻ ഹീറ്റിംഗ് ഒക്കെ തന്നെ കാരണമാവുന്നത് ഈ പറഞ്ഞിരിക്കുന്ന വേസ്റ്റ് ആണ്. അപ്പൊ എങ്ങനെയാണ് അർബൻ വേസ്റ്റ് മാനേജ്മെന്റ് ഇൻ പ്രോമിനന്റ് ആയിട്ടുള്ള ബാംഗ്ലൂരിലുള്ള അർബൻ വേസ്റ്റ് മാനേജ്മെന്റ് എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ആർട്ടിക്കിൾ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് UPSC പെർസ്പെക്റ്റീവിൽ പ്രത്യേകിച്ച് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിലും എങ്ങനെയാണ് അർബൻ വേസ്റ്റ് അവർ ഹാൻഡിൽ ചെയ്യുന്നുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എങ്ങനെയാണ് വേസ്റ്റ് കളക്ട് ചെയ്യുന്നത്, അത് എവിടെ ഡംപ് ചെയ്യുന്നു, കത്തിക്കുകയാണോ അല്ലെങ്കിൽ സെഗ്രിഗേറ്റ് ചെയ്യണോ തുടങ്ങിയ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. സോ തീർച്ചയായിട്ടും നിങ്ങളെല്ലാം പഠിത്തത്തിനൊക്കെ ശേഷം ഒരു ടൈമിൽ നിങ്ങളിത് വായിച്ചു നോക്കാൻ ശ്രമിക്കുക. കാരണം ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്ര പെട്ടെന്ന് കിട്ടുകയില്ല ഇങ്ങനത്തെ ആർട്ടിക്കിൾസ് ഒന്നും. പക്ഷേ വളരെ ഇമ്പോർട്ടൻ്റ് എന്ന് ചോദിച്ചാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടില്ലാത്ത ഒരു ആർട്ടിക്കിളും കൂടിയാണ്. ഓക്കെ, ഈ ആർട്ടിക്കിൾ അഗ്രികൾച്ചറെ ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആണ്. ബട്ട് ഒരുപാട് വായിക്കാൻ നമ്മൾ സമയം കൊടുക്കേണ്ട. ചില ആർട്ടിക്കിൾസ് നമുക്ക് സ്കിപ്പ് ചെയ്യാം. സമയം ഉണ്ടെങ്കിൽ ആ ഒരു ആർട്ടിക്കിൾ വായിച്ചു നോക്കുക. ഓക്കെ, ദെൻ വീണ്ടും സെബീസ് ബഞ്ച് ഏൺഡ് റവന്യൂ ഇൻ പൊട്ടൻഷ്യൽ വയലേഷൻ ഓഫ് പോളിസി. ഇപ്പൊ സെബിയുടെ പോളിസി പ്രകാരം നോ പ്രോഫിറ്റ് ഓഫീസ് ഓഫ് പ്രോഫിറ്റ് ആണ്. അവർ ചെയർമാനായിട്ട് ഇരിക്കുന്ന സമയത്ത് അത് ഏത് ഗവൺമെന്റ് പോസ്റ്റ് ആണെന്നുണ്ടെങ്കിലും മറ്റ് പ്രോഫിറ്റുകൾ എടുക്കാൻ പാടില്ല എന്നായിരുന്നു സെബിയുടെ പോളിസി. ബട്ട് ആ പോളിസി ഇവിടെ വയലേറ്റ് ചെയ്തിരിക്കുകയാണ് അല്ലെ. സെബിയുടെ ചെയർമാനായിരിക്കെ സെബിയുടെ ഹസ്ബൻഡ് ചെയർമാൻ ഈ ഒരു ഇദ്ദേഹത്തിന്റെ ഹസ്ബൻഡ് ആണെന്നുണ്ടെങ്കിൽ പോലും ഓഫ് ഷോർ സ്റ്റോക്സുകൾ അദാനി ഗ്രൂപ്പ്സിന്റെ വാങ്ങിയിട്ടുണ്ടായിരുന്നു എന്നുള്ള തന്നെ വീണ്ടും അത് വയലേഷൻ ഓഫ് പോളിസി എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ദെൻ നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് SBI റൈസസ് ലോൺ റേസ് ബൈ 10 ബേസ് പോയിന്റ്സ് EMIs ആസ് വെൽ.
ഇവിടെ നമുക്ക് നോക്കാനുള്ള കാര്യം MCLR എന്താണ്? മാർജിനൽ കോസ്റ്റ് ലെൻഡിങ് റേറ്റ്, അല്ലെങ്കിൽ മാർജിനൽ കോസ്റ്റ് ഓഫ് ഫണ്ട് ബേസ്ഡ് ലെൻഡിങ് റേറ്റ്. ഇവിടെ നമുക്ക് നോക്കാനുള്ളത് MCLR എന്ന് പറഞ്ഞിരിക്കുന്ന ടേം മനസ്സിലാക്കുക. MCLR കൊണ്ട് എന്തൊക്കെ ചേഞ്ചസുകളാണ് മാർക്കറ്റിൽ നടക്കുന്നത്, എക്കണോമിയിൽ മാർക്കറ്റ് ചേഞ്ച് നടക്കുന്നത്, അത് മാത്രമാണ്. ഇവിടെ MCLR ഏകദേശം 10 ബേസിസ് പോയിന്റിലേക്ക് അവരെന്ത് ചെയ്തു, ഇൻക്രീസ് ചെയ്തു. ഇപ്പൊ 10 ബേസിസ് പോയിന്റിലേക്ക് ഇൻക്രീസ് ചെയ്തു എന്ന് പറയുന്ന സമയത്ത് 8.85% ഉണ്ടായിരിക്കുന്ന ലോണ് ഇപ്പം 8.95% ആണ്. ഇത് UPSC പെർസ്പെക്റ്റീവിൽ മാത്രമല്ല, മറ്റ് പേഴ്സണൽ പെർസ്പെക്റ്റീവിലൂടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അതായത് മോസ്റ്റ് കൺസ്യൂമർ ലോൺസ് സച്ച് ആസ് ഓട്ടോ ആൻഡ് പേഴ്സണൽ ലോൺസ്. ഇപ്പൊ നമ്മൾ വാഹന ലോൺ എടുക്കുന്ന സമയത്തും വെഹിക്കിൾ ലോൺസ് എടുക്കുന്ന സമയത്തും അതുപോലെ തന്നെ പേഴ്സണൽ ലോൺസ് എടുക്കുന്ന സമയത്തും SBIയിൽ നിന്ന് നിങ്ങൾ ജസ്റ്റ് മാറി ചിന്തിക്കാൻ ശ്രമിക്കുക. ബിക്കോസ് SBI 8.85%ൽ നിന്ന് ലോൺ കൂട്ടിയിട്ട് 8.95%ലേക്ക് ഇൻക്രീസ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അപ്പം എങ്ങനെയാണ് MCLR എക്കണോമിയെ ബാധിക്കുന്നത്, ഇതാണ് നമുക്കിവിടെ നോക്കാനുള്ളത്. നെക്സ്റ്റ് ആർട്ടിക്കിൾ, ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഡ്വിൻലിംഗ് ഇൻ ദ വെൽ ഇൻഡസ്ട്രിയലൈസ്ഡ് സ്റ്റേറ്റ് ഓഫ് ഗുജറാത്ത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ആർട്ടിക്കിളാണ്. അപ്പൊ എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് എന്ന സമയത്ത്, ഗുജറാത്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വളരെ ഹൈലി ഇൻഡസ്ട്രിയലൈസ്ഡ് ഇരിക്കുന്ന ഒരു സ്റ്റേറ്റ് ആണ് ഗുജറാത്ത്. ബട്ട് സെയിം ഗുജറാത്തിൽ തന്നെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് വളരെ വളരെ കുറവാണ്. അപ്പൊ എന്തുകൊണ്ട് ജോബ് ഓപ്പർച്യൂണിറ്റി നോക്കുന്ന സമയത്ത് അവിടുത്തെ ഇൻഡസ്ട്രിയൽ സെക്ടേഴ്സിലേക്ക് ജോബ് ഓപ്പർച്യൂണിറ്റിയിലേക്ക് ഒരുപാട് മെമ്പേഴ്സ് ആണ് വരുന്നത്. ഏകദേശം ടെക്നിക്കൽ പോസ്റ്റ് വിളിക്കുന്ന സമയത്ത് 2500 ടെക്നിക്കൽ പോസ്റ്റുകൾ. ഇപ്പൊ റീസെന്റ് ആയിട്ട് ടെക്നിക്കൽ പോസ്റ്റിലൊക്കെ ആളുകൾ വന്ന സമയത്ത്, ഒരുപാട് പേര് വന്ന സമയത്ത് ചെറിയ മൈനർ ഇഞ്ചുറീസും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പം വെൽ ഇൻഡസ്ട്രിയലൈസ് ചെയ്തിരിക്കുന്ന സ്റ്റേറ്റ് ഓഫ് ഗുജറാത്തിൽ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ജോബ് ഓപ്പർച്യൂണിറ്റി ലഭിക്കാത്തത്? അപ്പൊ അവിടെയുള്ള നാറ്റീവ് ആയിട്ടുള്ള ആളുകൾ അവിടുത്തെ ഏറ്റവും ഹൈ എൻഡ് ജോബ് പോസ്റ്റിലേക്കും അവിടുന്ന് പുറത്ത് നിന്ന് മൈഗ്രേറ്റ് ചെയ്ത ആളുകൾ അവിടുത്തെ ലോക്കൽ, ദാറ്റ് മീൻസ് ലോക്കൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻഡസ്ട്രിയിൽ ഉണ്ടായിരിക്കില്ല ഏറ്റവും ടോപ്പ് മോസ്റ്റ് പൊസിഷനും താഴെ ഇരിക്കുന്ന വർക്കേഴ്സ് പൊസിഷനിലേക്കാണ് പിന്നീട് അവിടുത്തെ നേറ്റീവ്സ് ആളുകൾ തന്നെ എവിടെയാണ് ഫോക്കസ് ചെയ്യുന്നത്? ഇതൊരു ഇൻഡസ്ട്രിയൽ ഏരിയ മാത്രമാണ്. സർവീസ് സെക്ടർ അവിടെ കുറവാണ് ഗുജറാത്തിൽ. ഇൻഡസ്ട്രീസ് മാത്രമേ കൂടുതലുള്ളൂ, സർവീസ് സെക്ടേഴ്സ് കുറവാണ്. അപ്പം സർവീസ് സെക്ടർ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഭയങ്കര കഷ്ടപ്പെട്ട് പണിയെടുക്കാൻ പറ്റാത്ത ആളുകൾ ഗുജറാത്തിൽ നിന്ന് പുറം രാജ്യങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് മൈഗ്രേഷൻ എപ്പോഴും ന്യൂസിൽ വരുന്നൊരു കാര്യമാണ്. അപ്പോൾ മൈഗ്രേഷന്റെ പെർസ്പെക്റ്റീവ് വരുന്ന സമയത്ത് ഗുജറാത്തിന് ഈ ഒരു കാര്യം നമുക്ക് നോട്ട് ചെയ്യാം. അതിൽ ഇൻഡസ്ട്രിയലൈസ് ചെയ്തിരിക്കുന്ന ഗുജറാത്തിൽ പോലും ആളുകൾ മൈഗ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സർവീസ് സെക്ടേഴ്സിലേക്ക്. അവിടെ സർവീസ് സെക്ടർ ഇല്ല എന്നുള്ള കാര്യങ്ങൾ. സോ ഈ ഒരു ആർട്ടിക്കിൾ എന്തിനെ ഫോക്കസ് ചെയ്യണം? സർവീസ് സെക്ടർ എങ്ങനെ ബാധിക്കുന്നു, ഗുജറാത്തിലെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് എങ്ങനെയാണ് ഡിൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അവിടെ എങ്ങനെയാണ് ഹൈലി ഇൻഡസ്ട്രിയലൈസ് ചെയ്തിരിക്കുന്ന കൺട്രി സ്റ്റേറ്റ് ആണെങ്കിൽ പോലും എങ്ങനെയാണ് അവിടെ ജോബ് ഓപ്പർച്യൂണിറ്റി ഇത്രയും കുറഞ്ഞു പോകുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ്, കോൺസ്ട്രക്റ്റീവ് ടോക്സ് എയിംഡ് അറ്റ് ഗാസ സീസ് ഫയർ റാപ്പ് അപ്പ്. വേൾഡിൽ വന്നപ്പോഴത്തേക്കും ആർട്ടിക്കിളാണ്. അപ്പം ഇത് പ്രത്യേകിച്ച് ഒന്നുമില്ല, ഗാസ സ്ട്രിപ്പിൽ നടന്നിരിക്കുന്ന അല്ലെ, നമുക്ക് ഹമാസും അതുപോലെ തന്നെ ഇസ്രായേലും തമ്മിലുള്ള ഇഷ്യൂസും കാര്യങ്ങളൊക്കെ അറിയാം. അപ്പം ഗാസയിൽ ഒരു സീസ് ഫയർ, ഓക്കെ, ചെറിയൊരു കുഞ്ഞിന്റെ ഫോട്ടോ ഒക്കെ കാണുന്നുണ്ട് കേട്ടോ, എല്ലാം എടുത്ത് പലായനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഗാസയിൽ ഒരു സീസ് ഫയർ കൊണ്ടുവരണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതിനുള്ള ഒരു മീറ്റിങ്ങുകൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. US അതുപോലെ തന്നെ UAE ഒക്കെ മീഡിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു മീറ്റിംഗ് ആയിരുന്നു. അപ്പം ഹമാസും ഇവിടെ ഇസ്രായേൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇസ്രായേൽ പറഞ്ഞു ഞങ്ങൾ ഗാസ സ്ട്രിപ്പിൽ നിന്ന് മാറില്ല എന്ന് പറഞ്ഞു. പാലസ്തീൻ ടീംസ് ഒക്കെ അങ്ങോട്ട് മാറിക്കോളൂ എന്ന രീതിയിലാണ് ഇസ്രായേലിന്റെ ഡിമാൻഡ്. അതാണ് ഹമാസ് അത് റിജക്ട് ചെയ്തിരിക്കുകയാണ്, ഇസ്രായേലിന്റെ ആ ഒരു ഡിമാൻഡ്സും കാര്യങ്ങളൊക്കെ. പ്രത്യേകിച്ച് ഒന്നുമില്ല, ഇവിടെ ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കൺസ്ട്രക്റ്റീവ് ടോക്ക് വന്നിട്ട് സീസ് ഫയർ, ഇനി ഗാസ സ്ട്രിപ്സിൽ സീസ് ഫയർ ആണ്, ഇനി അങ്ങോട്ട് ടോക്സ് ആണ്. സീസ് ഫയർ പറഞ്ഞു, ഇനി വെടിവെപ്പ് ഇല്ല, വെടിവെപ്പ് നിർത്തിവെച്ചു, യുദ്ധം നിർത്തിവെച്ചു. പക്ഷേ ഇനി അവിടെ സ്ഥലം വിട്ടുകൊടുക്കോ ഇല്ലയോ, അവിടെ മിലിറ്ററി കണ്ടിന്യൂ തുടങ്ങിയിരിക്കുന്ന കാര്യങ്ങളാണ്. ഇതിൽ ആരൊക്കെയാണ് മീഡിയേറ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ? ഓക്കെ, ദാറ്റ് മീൻസ് US ഉണ്ടായിരുന്നു, ഈജിപ്ത് ഉണ്ടായിരുന്നു, ഖത്തർ ഉണ്ടായിരുന്നു ഈ ഒരു ടോക്കിൽ, കൺസ്ട്രക്റ്റീവ് ടോക്കിന്റെ അകത്ത്. ഓക്കെ, ഇത് മാത്രമേ ഈ ആർട്ടിക്കിൾ നോക്കാനുള്ളൂ. ഓക്കെ, ഇതാണ് കേട്ടോ നേരത്തെ പേരറിയാത്ത തായ്ലൻഡിലെ പുതിയ പ്രൈം മിനിസ്റ്റർ, പേരറിയാത്തല്ല, പേര് വായിക്കാൻ അറിയാത്തത്. ദ നെക്സ്റ്റ് സെയിം മങ്കി പോക്സ് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. മങ്കി പോക്സ് എവിടെ ഡിറ്റക്ട് ചെയ്തു? പാകിസ്ഥാനിൽ ഡിറ്റക്ട് ചെയ്തു എന്ന് പറഞ്ഞിരിക്കുന്ന ആർട്ടിക്കിൾ അതിൽ പറഞ്ഞിട്ടുള്ളത്. ഖൈബർ പക്തൂൺ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു പ്രൊവിഷനിലാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പം ഈ ഖൈബർ പക്തൂൺ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു പൊസിഷൻ എപ്പോഴും ന്യൂസിൽ വരാറുണ്ട്. ബിക്കോസ് ഖൈബർ പാസ് എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ തമ്മിലുള്ള ഒരേ ഒരു ബോർഡർ എന്ന് പറയുന്നത് ഈ ഒരു ഖൈബർ പാസ് ആണ്. അപ്പം ഇവിടെ നമുക്ക് നോക്കാനുള്ളത് ഈ ഖൈബർ പക്തൂൺ എന്ന് പറഞ്ഞിരിക്കുന്ന റീജിയനെ പറ്റി മാത്രം ജസ്റ്റ് ഒന്ന് ഫോക്കസ് ചെയ്യുക. ഇൻ മാപ്പ് ബേസ്ഡ് ഖൈബർ പക്തൂൺ റീജിയൻസ്, എന്താണ് ഖൈബർ പാസ്,
ഇന്ത്യ അഫ്ഗാനിസ്ഥാനിലെ ലാൻഡ് ബോർഡേഴ്സ് എങ്ങനെയാണ് ഉള്ളത് എന്നുള്ള കാര്യങ്ങൾ മാത്രം നോട്ട് ഡൗൺ ചെയ്യാം. ഈ ന്യൂസിൽ പറയുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മങ്കി പോക്സ്, ഏഷ്യയിലെ ഫസ്റ്റ് മങ്കി പോക്സ് പാകിസ്ഥാനിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. 3 പേരിൽ മങ്കി പോക്സ് കണ്ടു. അതുപോലെ തന്നെ യൂറോപ്യൻ ഏജൻസീസ് ആണെന്നുണ്ടെങ്കിലും ചൈന ആണെന്നുണ്ടെങ്കിലും അർജന്റ് ആയിട്ടുള്ള കോഷ്യസ് മെത്തേഡ്സുകൾ ഫോളോ ചെയ്തിട്ടുണ്ട്. ദാറ്റ് മീൻസ് മങ്കി പോക്സ് അവരുടെ രാജ്യത്തേക്ക് സ്പ്രെഡ് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ട്. അതൊരു ന്യൂസ് മാത്രമാണ്. പക്ഷെ നമുക്ക് ഇവിടെ നോക്കാനുള്ള കാര്യം, മങ്കി പോക്സിനെ പറ്റി നമ്മൾ റീസെന്റ് ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എഡിറ്റോറിയൽസിൽ പഠിക്കും. ഇവിടെ നമുക്ക് നോക്കാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഖൈബർ പക്തൂങ് എന്ന് പറഞ്ഞിരിക്കുന്ന ഈ ഒരു റേഞ്ചിനെ പറ്റിയിട്ട് നോക്കാം. ഓക്കെ, ഖൈബർ പാസ്, ഖൈബർ പക്തൂങ് എന്ന് പറഞ്ഞ റേഞ്ചിനെ പറ്റി നോക്കാൻ ശ്രമിക്കാം. ഓക്കെ, സോ അത്രമാത്രമാണ് നമുക്ക് ഇന്നത്തെ ന്യൂസ് ആർട്ടിക്കിൾസ് നോക്കാനുള്ളൂ. അപ്പം ഏകദേശം നമ്മൾ ന്യൂസ് അനാലിസിസ് തന്നെ ഏകദേശം ഇന്ന് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഈ ഒരു ബേസിൽ ഈ ഒരു ആർട്ടിക്കിൾസ് ഒന്ന് വായിച്ചു നോക്കുക. ന്യൂസ് റീഡിങ് എപ്പോഴും പറയുന്ന പോലെ തന്നെ വളരെ മസ്റ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റിയാണ്. കോംപ്രിഹെൻഷൻ, അതുപോലെ തന്നെ മെയിൻസ് ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കുക, സിസാറ്റ് കോംപ്രിഹെൻഷൻ മനസ്സിലാക്കുക. എല്ലാത്തിനും നമുക്ക് ന്യൂസ് റീഡിങ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ഫാക്ടറാണ്. ബട്ട് ഒരുപാട് ടൈം എടുക്കരുത്. നമ്മൾ ന്യൂസിൽ നിന്ന് ഏകദേശം എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ ഒരു ന്യൂസ് അനാലിസിസ് കൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ന്യൂസ് എല്ലാം മനസ്സിലാക്കുക. ബട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്ത് 1-2 ആർട്ടിക്കിൾസിൽ കൂടുതൽ ഫോക്കസ്, ഇന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എഡിറ്റോറിയലുള്ള ആ ഒരു ഇൻഫ്ലേഷനിൽ കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കാവുന്നതാണ്. ഓക്കെ, എനിവേ താങ്ക് യു, ഗുഡ് ബൈ. നാളെ ന്യൂസ് അനാലിസിസ് ഉണ്ടായിരിക്കുന്നതല്ല, നമുക്ക് മൺഡേ മുതൽ റീസ്റ്റാർട്ട് ചെയ്യാം.